നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമുള്ള കോൺഗ്രസിന്റെ പരിഹാസം അങ്ങേയറ്റം നിർഭാഗ്യകരമായി വിലയിരുത്തപ്പെടുകയാണ്. രാജ്യത്തിന്റെ പ്രഥമ വനിതയെ അപമാനിച്ചതിലൂടെ കോൺഗ്രസ് രാജ്യത്തെ വനവാസി വിഭാഗങ്ങളോടും ദരിദ്രരോടും കാട്ടിയ കടുത്ത അവഹേളനമാണ് ഇതെന്ന് BJP കുറ്റപ്പെടുത്തി. വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഇതാണോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. രാഷ്ട്രപതിയോടും ധാർഷ്ട്യമോ? വെളിവാകുന്നത് വംശീയ അധിക്ഷേപമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി B. രാധാകൃഷ്ണ മേനോൻ, റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നുസ്രത് ജഹാൻ, ഒപ്പം കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി K. ബേബി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് സോണിയാഗാന്ധിയുടെ പരാമർശത്തിലേക്ക് ആദ്യം. Boring. No comment. No, the president was getting very tired by the end. Repeating the same thing again and again. No, she could only speak for me. ചർച്ചയിലേക്ക് ശ്രീ B. രാധാകൃഷ്ണ മേനോൻ, നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം കോൺഗ്രസിന്റെ പരാമർശം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിരുന്നു. പ്രഥമ വനിതയാണ് ഇത്തരത്തിൽ അവരുടെ പ്രസംഗത്തെ ബോറിംഗ് എന്നും പൂവർ തിങ് എന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതി വിലയിരുത്തപ്പെടുന്ന ഒരു പ്രസംഗം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രതിപക്ഷ പാർട്ടിക്ക് ബോറിംഗ് ആകുന്നത്? അത് അവതരിപ്പിക്കുന്ന പ്രഥമ വനിത പൂവർ തിങ് ആകുന്നതും എങ്ങനെയാണ്? അല്ല, ഇവിടെ ഇന്ത്യൻ പാർലമെന്റില് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ അർഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, അവരുടെ മനോഭാവത്തിന്റെ കൃത്യമായ പ്രകടനമാണ്, അവരുടെ മനസ്സിന്റെ പ്രകടനമാണ് ഇന്ന് ശ്രീമതി സോണിയാഗാന്ധിയുടെ സോണിയയുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ ഭാരതം സ്വതന്ത്രമായത് ദശാബ്ദങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ധീരമായി ദേശാഭിമാനികൾ നടത്തിയ പോരാട്ടത്തിന്റെ പരിണിത ഫലമായിട്ടാണ്. അപ്പൊ ആ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം, അതിന്റെ തുടർച്ചയായി ഇവിടെ നടപ്പായിട്ടുള്ള ജനാധിപത്യം, ആ ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പാർലമെന്റ്, അതിന്റെ എല്ലാം ഔന്നിത്യത്തിലിരിക്കുന്ന രാഷ്ട്രപതി. അപ്പൊ ആ രാഷ്ട്രപതിയെ അവരുടെ എന്ത് കാരണം കൊണ്ടാണ് അവരെ ഈ നിലയിൽ നോക്കിക്കാണാൻ ശ്രീമതി സോണിയയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നതില് ചിന്തിക്കുന്ന സമയത്ത് ആ ദശാബ്ദങ്ങളുടെ നൂറ്റാണ്ടുകളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ തുടർച്ചയെ ആ നിലയിൽ കാണുന്ന അതിന്റെ എന്തോ ആധികാരികതയുള്ള ഒരു സംവിധാനമാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസിന്റെ തലപ്പത്തിപ്പ് ഇരിക്കുമ്പോൾ താൻ എന്ന മനോഭാവത്തിൽ ഈ ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നത പദവിയിലിരിക്കുന്ന ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അവര് ഭാരതത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൽ പെടുന്ന ആൾ കൂടിയാണ് എന്നറിയുമ്പോൾ ആ നിലയിലുള്ള ഭാരതത്തിന്റെ വനവാസി സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള, ആദിവാസി സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരുന്നു കൊണ്ട് ആ ജനാധിപത്യത്തിന്റെ കാവലാളായി ഔന്നിത്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം, വരുന്ന ഒരു വർഷക്കാലത്തെ ഭാരതത്തിന്റെ ബജറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന, ചർച്ച ചെയ്യാൻ പോകുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ നിലയിലുള്ള നയപ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തെ എന്തോ ബോറടിക്കുന്ന ഏർപ്പാടായി, പൂവർ പെർഫോമൻസ് ആയി ഒക്കെ നോക്കിക്കാണാൻ കഴിയുന്ന ആ മാനസികാവസ്ഥ, അത് പഴയ ബ്രിട്ടീഷ് മാനസികാവസ്ഥയാണ് എന്ന് നമുക്ക് തോന്നിയാൽ അതിന് ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അവരുടെ മനോഭാവത്തിൽ പ്രകടമാവുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലത്തും അവരുടെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യ സംവിധാനത്തിന്, അതിന്റെ തുടർച്ചക്കാർക്ക്, അവർക്ക് അനുഭവിക്കാനുള്ള അവരുടെ തീരെഴുതി കിട്ടിയ
രാജാധികാരത്തിന്റെ തുടർച്ചക്കാരായിട്ട് ഇരിക്കുന്ന ആളുകളുടെ ഒരവകാശം പോലെയാണ് അവരിതിനെ കാണുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തകരായിട്ടുള്ളവർ, അതിന്റെ മറ്റു നേതാക്കളൊക്കെ ഈ പറഞ്ഞ രാജ്ഞിയുടെയും രാജാവിന്റെയും ഒക്കെ ദാസന്മാരെ പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ആ ഒരു അവസ്ഥയിൽ അതിന്റെ ഔന്നിത്യത്തിലിരിക്കുന്ന, നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് ഇന്ത്യയുടെ ഭരണകൂടത്തെ ഭരണ സംവിധാനത്തിന് പുറത്തിരുന്ന് നിയന്ത്രിച്ചിരുന്ന സ്ത്രീയാണ് ശ്രീമതി സോണിയ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിന് പുല്ലുവില കൽപ്പിക്കാതെ അദ്ദേഹത്തെ പാവയെപ്പോലെ കൈകാര്യം ചെയ്തിരുന്ന, ഒരു ചരടിൽ കെട്ടിയ പാവയെപ്പോലെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭരണത്തെ നിയന്ത്രിച്ച വനിതയാണ് ശ്രീമതി സോണിയ. അപ്പൊ ആ നിലയിലുള്ള സോണിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചപ്പാട് വരുന്നത്, ഈ ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രപതി നടത്തുന്ന പ്രസംഗത്തെ ബോറിംഗ് ആയി അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അവരുടെ ഹിന്ദി ഭാഷയെ മനസ്സിലാക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഹിന്ദിയെ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാഞ്ഞത്, രാഷ്ട്രഭാഷയെ തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ രാഷ്ട്രപതി ഭവൻ തന്നെ അവരുടെ അതിനെക്കുറിച്ചിട്ടുള്ള പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ നിലയിലുള്ള ഒരു ധാർഷ്ട്യത്തോടെയുള്ള സമീപനം, ആ സമീപനമാണ് കോൺഗ്രസിനെ ഭാരതത്തിൽ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി സോണിയയും കുടുംബവും ഇന്നും അതേ മനോഭാവത്തോടു കൂടി തന്നെ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നോക്കിക്കാണുന്നു. പ്രത്യേകിച്ച് പ്രഥമ വനിതയെ ഈ നിലയിൽ പുച്ഛത്തോടെ അവരെ നോക്കിക്കാണാൻ, ആ നിലയിൽ പ്രതികരിക്കാൻ അത് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അപലപനീയമാണ്. കോൺഗ്രസ് പാർട്ടി ആയാലും ശ്രീമതി സോണിയ ആയാലും പരസ്യമായി മാപ്പ് പറയേണ്ട വിഷയമാണത്. ആ നിലയിലുള്ള, കാരണം ഇന്ത്യയുടെ പ്രഥമ വനിതയ്ക്ക് ഇൻസൾട്ടായി ഇതിനെ ഫീൽ ചെയ്തു എന്നുള്ളത് രാഷ്ട്രപതി ഭവന്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പൊ ആ നിലയിൽ ഇത് വ്യക്തമായിരിക്കെ തീർച്ചയായിട്ടും അതിന് പരസ്യമായി മാപ്പ് പറയാനും ആ നിലയിലുള്ള ഒരു സമീപനം, ആ സമീപനം കോൺഗ്രസിന്റെയോ സോണിയയുടെയോ ഭാഗത്തു നിന്ന് തുടരുന്ന ആ ഒരു സമീപനത്തെ തിരുത്താനുമുള്ള മാന്യത അതല്ല. ഇന്നിപ്പോ അവര് അനാവശ്യ ന്യായീകരണവുമായിട്ടാണ് അവരെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ഇത് അപലപനീയമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യ സംവിധാനത്തെ പുച്ഛത്തോടെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് പിന്നോക്കക്കാരനെ, പട്ടികജാതിക്കാരനെ ഒക്കെ ഉയർത്തിപ്പിടിക്കും, ഇതര മതവിഭാഗങ്ങളെ അവരെയൊക്കെ പ്രത്യേക പരിഗണനയോടെ നോക്കിക്കാണും എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഏറ്റവും ഔന്നത്യത്തിലിരുന്നു കൊണ്ട് ഈ നിലയിലുള്ള പ്രവൃത്തി നടത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള അവരുടെ മനോഭാവവും മനസ്സുമാണ് ഇവിടെ പ്രകടമായത്. അതിനെതിരായി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പാർലമെന്റിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും കടുത്ത പ്രതിഷേധം ഉയരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. അത് തിരുത്താൻ കോൺഗ്രസ് ആണ് തയ്യാറാവേണ്ടത്, സോണിയയാണ് തയ്യാറാവേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, ശ്രീ റോണി കെ ബേബി, സോണിയയുടെ ഈ പരാമർശത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുനർവിചിന്തനമുണ്ടോ? രാഷ്ട്രപതി ഭവൻ പോലും അപലപിച്ചിട്ടുണ്ട്, വലിയ രീതിയിലുള്ള പ്രതിഷേധവും അലയടിക്കുന്നുണ്ട്. ശ്രീ റോണി കെ ബേബി, കേൾക്കാൻ കഴിയുന്നില്ല, മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ. ഇന്ത്യയുടെ ബഹുമാനിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് മാനസികമായി വിഷമമുണ്ടായി, സങ്കടമുണ്ടായി. അതിൽ BJP അത്യധികം സങ്കടപ്പെടുന്നതിൽ, വേദനിക്കുന്നതിൽ എനിക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നുന്നില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ആ പാർലമെന്റ് മന്ദിരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഇന്ത്യൻ പാർലമെന്റിന്റെ, കാരണം ഭരണഘടന അനുസരിച്ച് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേരുന്നതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അന്ന് ബഹുമാന്യനായ പ്രസിഡന്റിനെ അവിടെ ക്ഷണിക്കാതിരുന്നപ്പോൾ, അതും കേന്ദ്ര സർക്കാർ ക്ഷണിക്കാതിരുന്നപ്പോൾ BJPക്ക് ഇങ്ങനത്തെ ആത്മവേദനയും ആദിവാസികളോടുള്ള അവഗണനയും ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ഇപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വിഷയം ചർച്ചയാക്കി കൊണ്ടുവന്നതിന് കാരണം എന്താ? നയപ്രഖ്യാപനത്തിൽ ഒന്നുമില്ല. അല്ലായിരുന്നു നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്, ഇതൊന്നും ആയിരുന്നില്ല. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രസിഡന്റ് നടത്തിയ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, അതായിരുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. കാരണം ആ നയപ്രഖ്യാപനത്തിൽ പൊതുവായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ എന്ത് ചെയ്തു? ആ ഭരണ വീഴ്ചകൾ മറച്ചു വെക്കണം.
സർക്കാരിന് വന്ന വീഴ്ചകൾ മറച്ചു വെക്കണം. ഇപ്പോൾ എന്ത് ചെയ്തു? അത് ചർച്ചയാകരുത്. നയപ്രഖ്യാപനത്തിൽ പുതുതായി ഒന്നുമില്ല, അത് പരാജയമാണ്. നയപ്രഖ്യാപന പ്രസംഗം പരാജയമാണ്. ഇവിടെ പ്രസിഡന്റ് വായിച്ചോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. നയപ്രഖ്യാപനം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനമാണ്, ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ അത് ചർച്ചയാകാതിരിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതിയ വിഷയം ഇവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധി എന്താ പറഞ്ഞത്? ഞാനും ഇപ്പോൾ ജനൻ ടിവിയിൽ പറഞ്ഞത് ഞാൻ കൃത്യമായി കേട്ടു, അതിനു മുമ്പ് ഞാൻ ചാനലിൽ കേട്ടു. എന്താ? അറ്റ് ദ എൻഡ് ഹി വാസ് ടയേർഡ് എന്ന് പറഞ്ഞത് എന്താ? കാരണം വായിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവര് വല്ലാതെ വിഷമിച്ചു പോയതിൽ, അല്ലെങ്കിൽ നമുക്കറിയാം കുറെ സമയം എടുത്തത് ആരാണെങ്കിലും വിഷമിച്ചു പോകും. അപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീയുടെ വിഷമം അറിയത്തുള്ളൂ. സോണിയാഗാന്ധിക്ക് 78 വയസ്സുണ്ട്, അവർക്ക് രോഗബാധിതയാണ്. അപ്പോൾ മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, വിഷമങ്ങള് സ്വയം തിരിച്ചറിയാം. ഇത് വളരെ സ്ട്രേറ്റ് ഫോർവേഡായി സത്യസന്ധമായി പറഞ്ഞു. വായിച്ച് ആ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അങ്ങനെ തന്നെയാ പറഞ്ഞത്. അറ്റ് ദ എൻഡ് അവസാനത്തേക്ക് അവര് വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി എന്ന് പറയുന്നതിനകത്ത് എന്താണ് അപമാനം എന്ന് എനിക്ക് അതിനകത്ത് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസമല്ല. നയപ്രഖ്യാപന പ്രസംഗം പ്രസിഡന്റ് നടത്തുന്നു, രാഷ്ട്രപതി നടത്തുന്നു. അതിനുശേഷം പ്രധാന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായമാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അവിടെ രാഷ്ട്രപതി ക്ഷീണിതയായോ, അവരുടെ ശരീരഭാഷ എങ്ങനെയാണ് എന്ന് വിലയിരുത്തലോ അല്ല മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവിടെ അവർ പറയുന്നതനുസരിച്ച് കുഡ് ഹാർഡ്ലി സ്പീക്ക്, പുവർ തിങ് എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. അതാണ് ചോദ്യം. രാഷ്ട്രപതിയെ ഇങ്ങനെ അപമാനിക്കാൻ തക്കവണ്ണം സോണിയ അവരുടെ ശരീരഭാഷയെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്തിന്? ബഹുമാനപ്പെട്ട അവതാരിക പറഞ്ഞതുപോലെ തന്നെ അറ്റ് ദ എൻഡ് എന്താ സോണിയാഗാന്ധി പറഞ്ഞത്? ഹാർഡ്ലി സ്പീക്ക് ബട്ട് വാസ് നത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പറയുന്ന നയപ്രഖ്യാപനത്തിൽ ഒന്നുമില്ല. ഇവര് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഹൃദയം തുറന്നു തന്നെ സംസാരിച്ചു, വളരെ ആത്മാർത്ഥമായി തന്നെ സംസാരിച്ചു. കാരണം പ്രസിഡന്റ് സംസാരിക്കുന്നത് മൈ ഗവൺമെന്റ്, എന്റെ ഗവൺമെന്റ്. കാരണം ആ ഗവൺമെന്റിനെ നയിക്കുന്നത് പ്രസിഡന്റാണ്. പ്രധാനമന്ത്രി ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഭരണഘടനാപരമായിട്ട് പിന്നെ ജൂറ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പോൾ നയപ്രഖ്യാപനം തുടങ്ങുന്നതും വായിക്കുന്നതും എല്ലാം ഓരോ പാരഗ്രാഫിലും പറയുന്നത് മൈ ഗവൺമെന്റ് എന്ന. അപ്പോൾ സോണിയാഗാന്ധി അവിടെ കൃത്യമായി അഭിനന്ദിച്ചു, ഹാർട്ട്ലി സ്പീക്കിംഗ്, വളരെ ഹൃദയം തുറന്നു തന്നെ സംസാരിച്ചു. പക്ഷെ എന്ത് ചെയ്തു? സംസാരിച്ചു വളരെ ടയേർഡായി പോയി എന്ന് പറയുന്നത് എന്താണ് ഇതിനകത്ത് വ്യക്തിപരമായ ഒരു നയപ്രഖ്യാപനത്തിന്റെ അവസാനം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അത് സ്ത്രീയാണോ പുരുഷനാണോ അവരുടെ ശരീരഭാഷ എന്താണോ എന്നുള്ളതൊന്നുമല്ലല്ലോ വിഷയം. ഒരു രാജ്യം ഏതു രീതിയിലാണ് വളർച്ച കൈവരിക്കുന്നത്, അതിൻ്റെ നേട്ടങ്ങൾ, ഇവയൊക്കെ കുറിച്ചാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ തൻ്റെ സർക്കാർ എന്ന് ഓരോ പ്രാവശ്യവും എടുത്തുയർത്തിക്കൊണ്ട് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത്. പ്രതിപക്ഷത്തിന് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ രേഖപ്പെടുത്തേണ്ടത് അതിനെതിരെയുള്ള മറുവാദങ്ങളാണ്, അല്ലാതെ അവർ തളർന്നോ വെള്ളം കുടിച്ചോ എന്നൊന്നുമല്ല. ഒരാള് നമ്മളെല്ലാം ഈ പറയുന്ന ലോക്സഭാ ടിവിയിലും രാജ്യസഭാ ടിവിയിലും ഒക്കെ പ്രസിഡന്റിന്റെ പ്രസംഗം കണ്ടവരാണ്. ബഹുമാനപ്പെട്ട ശ്രീ ബി രാധാകൃഷ്ണ മേനോനും നമ്മളെല്ലാവരും അത് ലൈവായിട്ട് തന്നെ കണ്ടവരാണ്. കാരണം പ്രസിഡന്റ് അത് വല്ലാതെ ശാരീരികമായി അവസാനം ബുദ്ധിമുട്ടി വായിച്ച്. കാരണം നമുക്ക് ഒരിക്കലും ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം പിന്നെ ഇത് മണിക്കൂറുകളൊന്നും വായിച്ചില്ല. പക്ഷേ ഒരുപക്ഷെ പ്രസിഡന്റിന് പോലും ഈ പറഞ്ഞ കാര്യങ്ങളോട് മാനസികമായി യോജിപ്പുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ? കാരണം ആവേശഭരിതമായി അതിൽ പറഞ്ഞത് എന്താ? പഴയ കാര്യങ്ങൾ തന്നെ. കാശ്മീരിന്റെ സ്വയംഭരണം ഞങ്ങൾ എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ പിന്നെ 1 നേഷൻ 1 ഇലക്ഷൻ ഞങ്ങൾ നടത്തുവാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കാൻ പോകുന്നു. ഒറ്റ കാര്യം മാത്രം ഞാൻ ഇവിടെ ചോദിക്കട്ടെ. നമ്മളിപ്പോൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ്, ഇപ്പോൾ നമ്മൾ പ്രസിഡന്റിനെ ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറം കാണുന്നവരാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് എന്തോ? ആദിവാസികളെ നമ്മൾ അപമാനിച്ചു. ഇന്ത്യൻ പ്രസിഡന്റിനെ വിമർശിക്കുക വഴി ആദിവാസികളെ നമ്മൾ അപമാനിച്ചു. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. ഇന്ന് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗമായിട്ടുള്ള ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ, പ്രസിഡന്റ് തന്നെ പറയുന്നത്, കാരണം കേന്ദ്ര സർക്കാർ എഴുതി കൊടുക്കുന്നത് വായിക്കുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ബഹുമാന്യനായ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ധീര വനിത നമ്മുടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ആദിവാസി ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമെങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അത് വടക്കുകിഴക്കൻ മേഖലകളിലെ എടുത്തു പറയുന്നുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ. ഇപ്പോൾ എന്ന് എനിക്കൂടെ പറയേണ്ടിയിരിക്കുന്നു. വനവാസി മേഖലകളിൽ 30 മെഡിക്കൽ കോളേജുകൾ പുതുതായി അനുവദിച്ചതായി പ്രഖ്യാപനത്തിലില്ലേ? അത് നടപ്പാക്കിയതായി. അതായത് ബിർസാ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച്
വനവാസി മേഖലയ്ക്ക് പ്രത്യേക പരിഗണന കൊടുത്തതായിട്ടും അതേപോലെ 30 മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചതായിട്ടും അതിന്റെ ഭാഗമായി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ നിലയിലൊക്കെ പറയുന്ന ആദിവാസി മേഖലയെ കേന്ദ്രീകരിച്ചിട്ടല്ലേ? അപ്പൊ അതിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ നില മാത്രമല്ല, സാധാരണക്കാരുടെ ഇപ്പൊ വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നു. നയപ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ പദ്ധതി ഏർപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഇക്കാലത്ത് ഭരണ നേതൃത്വം നടപ്പാക്കിയ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അവസരത്തിലാണ് അതേക്കുറിച്ച് രാഷ്ട്രപതിയുടെ ശാരീരികമായ അവരെ അവശയായി പോയെന്നോ അല്ലെങ്കിൽ ആ നിലയിലാണ് കണ്ടത് എന്നൊക്കെ പറയുന്നത് തികച്ചും ബാലിശമായ സമീപനമല്ലേ? അവരെ ആ നിലയിൽ ഒരിക്കലും അവരെ അവശതയോടെ ഒന്നും കണ്ടിട്ടില്ല. അവർ വളരെ സ്മാർട്ടായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ അവതരണത്തെ ആ നിലയിൽ കാണേണ്ടതിന് പകരം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഔന്നിത്യത്തിലുള്ള നേതാവായിട്ടുള്ള ശ്രീമതി സോണിയ ആ നിലയിലല്ല അതിനെ നോക്കിക്കണ്ടത്. അവരൊരു ബ്രിട്ടീഷ് മനോഭാവത്തോടെ ഈ രാജ്യത്തെ ജനങ്ങളെ എക്കാലത്തും ഭിന്നിപ്പിക്കുന്ന, ഈ രാജ്യത്തെ വനവാസികളെയും പട്ടികജാതിക്കാരെയും പിന്നോക്കക്കാരെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഹിന്ദുവിനെയും എല്ലാം ഭിന്നിപ്പിച്ച് അതിനെ നോക്കിക്കാണുന്ന ആ സമീപനമുള്ള ബ്രിട്ടീഷുകാരന്റെ മനോഭാവത്തോടെയാണ് അവരതിനെ നോക്കിക്കണ്ടത്. അവരൊരു പാവപ്പെട്ട സ്ത്രീ അവര് അവശയായി നിൽക്കുന്നു എന്ന മട്ടിൽ ആ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന സമീപനത്തിന് ഈ തരത്തിൽ ന്യായീകരണം കോൺഗ്രസ് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അതെ, അത് മാത്രമല്ല ശ്രീ റോണി കെ ബേബി, ഇവിടെ താങ്കൾക്ക് സോണിയയുടെ ഈ പരാമർശത്തെ മനസ്സ് തുറന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം എന്നൊക്കെ പറയാം. പക്ഷേ അത് കഴിഞ്ഞ പപ്പു യാദവിന്റെ ഒരു പ്രതികരണം താങ്കളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെ വായിക്കാം. വോ തോ ഏക് സ്റ്റാമ്പ് ഹേ കിസി കാ ലവ് ലെറ്റർ പഠനാ ഹി തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തെയാണ് ലവ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വോ തോ ഏക് സ്റ്റാമ്പ് ഹേ എന്നാണ്. അത് ഏത് ന്യായീകരണത്തിൽ വരും? താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് എനിക്ക് ശ്രീമതി നുസ്രത്ത് ജഹാനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, എങ്ങനെ കാണുന്നു സോണിയയുടെ പരാമർശത്തെ? I would like to say that poor Sonia Gandhi doesn't know the strength and the spiritual mind of an Indian lady. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയായിരിക്കണ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശക്തി എന്താന്നുള്ളത് ഷീ ഡസന്റ് നോ. ദാറ്റ് ഇസ് വൈ ഷീ ആൻഡ് പപ്പു ഓൾസോ സ്പോക്ക് അബൌട്ട് ദാറ്റ്. അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ ഇവർക്കൊക്കെ പിന്നെ പാർലമെന്റിൽ പോയി ഇരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൺ സെക്കൻഡ്. സോറി, പാർലമെന്റ് ഇപ്പൊ മുമ്പേ പിന്നെ പ്രിയങ്ക എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ പാർലമെന്റ് സെക്ഷനില് കണക്ക് ക്ലാസ്സിൽ, മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ പോയിരിക്കണ പോലെ തോന്നി ബഡ്ജറ്റ് കേട്ടപ്പോ. മാത്സ് ക്ലാസ് ഇഷ്ടമില്ലാതിരിക്കുക ആർക്കാണ്? നമ്മൾ സ്കൂളിൽ പഠിക്കണ കാലത്ത് സ്കൂളിൽ പോവാനും പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് തീരെ മാത്സ് എന്ന് ഉഴപ്പ് കളിക്കുക. ഒരു മാത്സ് ക്ലാസ്സിനെ പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും ബോറിംഗ് ആയിരുന്നു പറയും. ഒരു മാത്സ് ക്ലാസ്സിൽ സഹിക്കാൻ പറ്റാത്ത ഒരാളാണോ ഇന്ത്യന്റെ പ്രതിപക്ഷ നേതാക്കളായിട്ടൊക്കെ ഇവര് വരുന്നത്? എന്തോ ഗാന്ധി കുടുംബം, എന്താ ഇവർ ഈ പറയണത്? ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അവര് വിചാരിച്ച പോലെ ബ്രിട്ടീഷിന്റെ അടിമകളല്ല ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടി ഓശാന പാടാൻ ഇനി ഒരു പ്രസിഡന്റിന് കിട്ടില്ല. പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഷീ ഈസ് വെരി സ്ട്രോങ് ആൻഡ് മെന്റലി ആൻഡ് ഫിസിക്കലി ഷീ ഈസ് ഫിറ്റ് ഫോർ ദാറ്റ്. അതുകൊണ്ടല്ലേ ഇന്ത്യന്റെ പ്രസിഡന്റ് ആയത്. അപ്പൊ പുവർ തിങ് നമ്മുടെ പ്രസിഡന്റിനെ പറയാൻ മാത്രം സോണിയാഗാന്ധി എന്തായാലും ആയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്റേന്നല്ല, ഈ ഭാരതത്തിലെ ഓരോ സ്ത്രീനെ അപമാനിക്കുന്ന പോലെയാ. കാരണം ഒരു സ്ത്രീയാണ് ഭാരതത്തെ നയിക്കുന്നത് എന്നുള്ളത് നമ്മുടെയൊക്കെ നമ്മളെ രാജ്യം ഒരു സ്ത്രീയാണ് നയിക്കുന്നത് എന്നുള്ള നമ്മുടെ ഒരു അഹങ്കാര. അതിനെ നമ്മൾ ആരോഗ്യമില്ലാത്താക്കി. വാട്ട് ഇസ് റോങ് വിത്ത് ഹർ? പിന്നെ ഇത്ര കാലമുള്ള പ്രസിഡന്റുമാരൊന്നും പാർലമെന്റ് സെക്ഷനിൽ വായിക്കുമ്പോ ഇവർക്ക് എന്താ സങ്കടം തോന്നിയിട്ടില്ലേ? ഇവരൊക്കെ കുറെ പ്രസിഡന്റുമാർ ഇരുന്ന് വായിക്കുന്നല്ലോ. പിന്നെ റബ്ബർ സ്റ്റാമ്പ്, അതൊക്കെ അവരാണ്. അവരെ മൻമോഹൻ സിംഗ് ജീനിയൊക്കെയാണ് അവര് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരാ ഏതാണ് ഇവരെ പിന്നെ റബ്ബർ സ്റ്റാമ്പ് അല്ലാത്ത മന്ത്രിമാരും
പ്രധാനമന്ത്രിമാരും ഒക്കെ വന്നേ. ഇപ്പൊ മെനയാന്ന് ഗംഗാദേവിയെ പിന്നെ ആക്ഷേപിച്ച പോലെ കുംഭമേളയെ കുടിച്ചാ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചു ഖാർഗെ. അപ്പൊ അയാൾക്കൊന്നും പറയാനില്ല. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുക. മണ്ടത്തരമൊന്നുമല്ല ഇതൊന്നും, മണ്ടത്തരമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ പ്ലാൻഡ് പറയണ. അവരെന്ത് പറയണം അവിടുന്ന് ഇറങ്ങി എന്നുള്ള അവര് തീരുമാനിക്കുന്നുണ്ട്. ഈ രാഷ്ട്രം ഇങ്ങനെ നല്ലൊരു രീതിയിൽ പോകുന്നത് അവർക്ക് ഇഷ്ടമില്ല. ഇപ്പൊ പാർലമെന്റില് പിന്നെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിന് പ്രസിഡന്റിനെ കൊണ്ടുവന്നില്ല എന്ന് ഇപ്പൊ കോൺഗ്രസ് നേതാവ് പറഞ്ഞു. അപ്പോ കോൺഗ്രസ് നേതാവ് ഇവരെ ഈ അന്ന് തൊട്ട് കോൺഗ്രസ്സുകാരെ സങ്കട ഈ പ്രസിഡന്റിനോട്. അപ്പൊ ആ പ്രസിഡന്റിന് ഇവർക്ക് എന്താ ഇത്ര വലിയ ദയ? ഒരു ട്രൈബൽ ഇതിന്ന് വന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു രാജ്യത്തെ നയിക്കുമ്പോ അവരെ കൊണ്ടുവന്നത് ആരാ? ഈ നരേന്ദ്രമോദിയല്ലേ. നമ്മളാരോ കോൺഗ്രസ്സുകാരോ ഒന്നും അല്ലല്ലോ. കേരളത്തിലത്തെ ഒരു കോൺഗ്രസ് MP പോലും ആ പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അറിയാതെ വന്നതാണോ ആക്ച്വലി വന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോ ഇതേപോലെ ഒരാളെ ഇന്ത്യക്ക് തന്നത് ഈ നരേന്ദ്രമോദി തന്നെയാണ്. ആ നരേന്ദ്രമോദിക്ക് അറിയാം എവിടെ കൊണ്ടുവരണം വരണമെന്ന്. രാജ്യം നരേന്ദ്രമോദിയുടെ കയ്യിൽ എത്തിയതിന് ശേഷമാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവണത്. ശരിയാണ്. ഇവരെ എത്ര വിഷമിച്ചിട്ടും അത് കാര്യമില്ല. രാജ്യം മാറിപ്പോയി, ജനങ്ങളെ ചിന്താഗതി മാറി. ഇതെല്ലാം പറയണോ രാജ്യം ഒരു വേറെ ലെവലിൽ പോവാ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും ആധിപത്യത്തിൽ നിന്ന് മാറി ചിന്താശക്തിയുള്ള ഈ പിന്നെ സനാതന ധർമ്മം എന്നുള്ള ഒരു ഇതിൽ തന്നെ ഊന്നിപ്പിടിച്ചു പോകുമ്പോ മതമാക്കി മാറ്റി RSSും BJP ആണ് പറയണത്. ഇല്ല, അത് മതമല്ല, ഈ രാജ്യത്തിന്റെ കൾച്ചറാണ് അത്. ഒരു പിന്നെ ഈ രാജ്യം എങ്ങനെ ജീവിക്കണം എന്ന് പുരാണ കാലങ്ങളിലെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് പോണ ഒരു രാജ്യത്തിന്റെ ആ സംഗതികൾ തന്നെ ഇന്ന് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരും പല നയതന്ത്രജ്ഞരും ഒക്കെ ഇതിനെ നോക്കി കാണുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോ ഇവരുടെ ഈ കളികളൊന്നും നടക്കൂല. അപ്പൊ അതേപോലെ രാഹുൽ ഗാന്ധി കുറച്ച് അമേരിക്കയെ പോയി പ്രസംഗിക്കും, ലണ്ടനിൽ പോയിട്ട് പറയും സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിനെയും സ്വന്തം രാജ്യത്തെ രാഷ്ട്രപതി ഇവിടെ അവരവിടെ അടി ഉണ്ടാക്കിക്കോട്ടെ. അതിനാണല്ലോ അവരൊക്കെ പാർലമെന്റിലേക്ക് നമ്മളൊക്കെ അയച്ചത്. അപ്പൊ അവിടെ പ്രതിപക്ഷത്തിരുന്ന് പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കാനേ അധികാരം ആർക്കുള്ളൂ, ഒരാൾക്കെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയണേ. അപ്പൊ ആ ഡെമോക്രസി ഉള്ള സ്ഥലത്ത് ഇവർക്ക് എന്താ നല്ലത് പറയാൻ പറ്റാത്ത? അവിടെ പോയി ഇരുന്ന് ഉറങ്ങും, ആരെങ്കിലും ഉന്തിയിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയാന്നല്ല. ഇതിനൊക്കെ അവിടെ ഇവർക്ക് വേണ്ട ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയണു. എന്താ അവതരിപ്പിക്കാത്ത? ഈ രാജ്യത്തെ ഏത് ട്രൈബൽസിനുള്ള പദ്ധതികൾ ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക. ഇത്രയും അധികം ട്രൈബൽസിന് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത്? എല്ലാം പിന്നെ മൈനോറിറ്റി എന്ന് പറഞ്ഞ ഇവര് കാര്യം. കേരളത്തിൽ ഏറ്റവും അധികം എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും കിട്ടിയത് പിന്നെ ക്രിസ്ത്യൻ സഭകൾക്കെല്ലാം ആരുടെ കാലത്താ? വാജ്പേയിന്റെ കാലത്താ. ഇത് മൈനോറിറ്റിക്കാ കൊടുത്തത്. ഒന്നും കൊടുക്കാതെ ഒന്നും പിന്നെ മുസ്ലിം തമിഴ്നാട്ടില് എത്രയോ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുത്തത് വാജ്പേയി സർക്കാരിന്റെ സമയത്താ. അപ്പൊ ഇതേപോലെ എല്ലാം മൈനോറിറ്റീനെ നോക്കുന്നില്ല. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ ഒന്നുമില്ല. അത് ഈ ഒരു വിഷമം ഇതാണ്. രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞു. പൊട്ടൻഷ്യൽ മീൻസ് ഈ രാഷ്ട്രത്തെ ഹിമാലയവും നദികളും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ഡൈവേഴ്സിറ്റീസും ഇവിടുത്തെ കലകളും സംഗീതങ്ങളും ഒക്കെ ലോകത്തെ എവിടെയില്ലാത്ത അതൊക്കെ ഇന്ത്യന്റെ ഹൈറ്റ്സിൽ യോഗ ഒന്നിനും പിന്നെ ഉപമിക്കാൻ പറ്റാത്ത ഒരു യോഗ നമ്മുടെ രാജ്യത്തുള്ളത് ഇന്ന് എവിടെ എത്തി? ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന് അതൊക്കെ കാശാക്കി മാറ്റുകയാണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. കുംഭമേളയിൽ പോലും അതാ നടക്കുന്നത്. ഇത്ര കോടിയിൽ ചെലവാക്കുമ്പോ ഇത്ര കോടി വരുന്നു. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യും. നമ്മളിപ്പോ എക്സിബിഷൻ നടക്കുമ്പോ അവിടെ എന്താ വരുന്ന ആൾക്കാർ വരുന്നത്? ആ ആൾക്കാർ വരുമ്പോ അവര് വരുന്ന ഒരു വിസ തൊട്ട് അവരെ ഇറങ്ങുന്ന നാട്ടിൽ ഇറങ്ങുന്ന ഒരു കാപ്പി വരെ നമ്മളെ രാജ്യത്തിനാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ദുബായ് ഒക്കെ വികസിപ്പിച്ചെടുത്തത്. അതേ തന്ത്രമാണ് ഇവിടെ. ആ പൊട്ടൻഷ്യൽ ഒരു വിമാനം കൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് എമിറേറ്റ്സിനെ ദുബായി ആക്കിയത്. കാരണം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്ടിവിറ്റി കൊടുത്ത ആദ്യത്തെ ഒരു എയർലൈൻ ആയിരുന്നു അത്. അതുകൊണ്ട് എന്താണ് ഒരാൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം വിശദീകരിച്ച എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വിസ വാങ്ങണ്, ഫോൺ ചാർജ് ചെയ്യണ്, ഒരു മെഡിസിൻ വാങ്ങുന്നു, ഒരു ചായ കുടിക്കുന്നു, ട്രാൻസിറ്റ് എടുക്കുമ്പോൾ എടുക്കുക. അതേപോലെ തന്നെയാണ് കുംഭമേള എന്നുള്ള ഒരു സംഗതിയിൽ ഒരു സ്പിരിച്വൽ ഗാദറിങ് വരുന്ന ഒരു സ്ഥലത്ത് പണം ഒഴുകുകയാണ് പല രാജ്യങ്ങളിലും പലവിധ ആൾക്കാർക്കും.
സ്പിരിച്വൽ ഗാദറിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തമാശയായി തോന്നും. അത് ഈ രാജ്യത്തിന്റെ തീരുമാനമാണ്. അതൊക്കെ ഓരോ കാലങ്ങളില് എല്ലാം മറിഞ്ഞ് 400 വർഷത്തെ മുഗൾ ഭരണോ 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണമൊക്കെ കഴിഞ്ഞു. ഇന്നും പാർലമെന്റിന്റെ പാർലമെന്റിന്റെയും എന്താ പറയാ രാഷ്ട്രപതി ഭവന്റെയൊക്കെ റെന്റ് നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കാതെ വയ്യ. ആ സ്ഥലത്താണ് ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ രാജ്യം അതന്നെയെന്ന് പ്രസിഡന്റും പറഞ്ഞു. എന്റെ സർക്കാർ അല്ലാതെ എന്താ അവര് പറയാ പാകിസ്ഥാൻ സർക്കാരെന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയാ. വിദേശികൾ ഭരിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ഒരു പേര് പോലും രാജ്യത്ത് അവശേഷിപ്പിക്കരുത് എന്ന നിബന്ധനയോടുകൂടി തന്നെയാണല്ലോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇതിനു മുൻപും കോൺഗ്രസ് പല രീതിയിലും ഇത്തരം അവഹേളന മനോഭാവം വച്ചു പുലർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അധിർ രഞ്ജൻ ചൗധരി 2022 രാഷ്ട്രപത്നി എന്നു പറഞ്ഞാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഭരണഘടനാ ദിനത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് മുൻപ് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്യാൻ മനഃപൂർവ്വമായി തന്നെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ മനോഭാവം ഇത്തരത്തിൽ തന്നെയാണോ ആദ്യം മുതൽക്കേ അതിപ്പോൾ തുടർന്നും പ്രകടമാകുന്നത്? അവരുടെ ബോധപൂർവമായ ഒരു അധിക്ഷേപമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാമോ? തീർച്ചയായിട്ടും കോൺഗ്രസ്, അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, കോൺഗ്രസിന്റെ ബേസിക് മനോഭാവം ഈ 200 വർഷത്തെ ബ്രിട്ടീഷ് ആധിപത്യ കാലത്ത് രാജ്യത്തുണ്ടായിട്ടുള്ള ആ ബ്രിട്ടീഷുകാരുടെ അടക്കിഭരണത്തിന്റെ ഇന്ത്യക്കാരോടുള്ള മനോഭാവമാണ്. ആ ബ്രിട്ടീഷുകാരുടെ മനോഭാവത്തിലാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഭാരതത്തിലെ ജനങ്ങളെ നോക്കിക്കാണുന്നത്. ഭാരതത്തിലെ ജനങ്ങളെ ആ ഒരു കാഴ്ചപ്പാടിലാണ് അവർ വിലയിരുത്തുന്നത്. ഭാരതത്തിലെ വിവിധ സംസ്കാരങ്ങളെ, ഇപ്പൊ ആദിവാസി സംസ്കാരം, വനവാസി സംസ്കാരം, ഹൈന്ദവ വിഭാഗത്തിലെ വിവിധ വർണ്ണങ്ങളുണ്ട്, വർഗങ്ങളുണ്ട്. അതേപോലെ ഇസ്ലാമിലും ഉണ്ട് വ്യത്യസ്തത, ക്രൈസ്തവരിലും ഉണ്ട് വ്യത്യസ്തത. പക്ഷെ ഈ വ്യത്യാസങ്ങളൊക്കെ ഭാരതത്തിലെത്തുമ്പോൾ വേഷം പലത്, ഭാഷകൾ പലത്, വർണ്ണം പലത്, പക്ഷെ ഭാരതം ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഭാരതം അതിനെ നോക്കിക്കാണുന്ന ഒരു ഏകത, അത് ഭാരതത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ ഏകതയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വൈദേശിക ശക്തികളുടെ പിന്മുറക്കാരായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ മനസ്സ് മാറിയിട്ടില്ല, അതാണ് ഇവിടെ വ്യക്തമായത്. അതല്ലെങ്കിൽ ശ്രീമതി ദ്രൗപദി മുർമുവിനെ പോലെ പരിണതജ്ഞയായ ഭരണാധികാരി അവരൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് കയറിയിരുന്നതല്ലോ, ഓട് പൊളിച്ചിറങ്ങിയതല്ലോ. അവരതിനു മുമ്പ് മന്ത്രിയായിരുന്നു, ഗവർണറായിരുന്നു. അങ്ങനെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിരന്തരമായി പ്രവർത്തിച്ച് അവരുടെ സമാജത്തിൽ, സമൂഹത്തിൽ അംഗീകാരം നേടി, സ്വീകാര്യത നേടി, അതിന്റെ തുടർച്ചയായി അർഹതപ്പെട്ട സ്ഥാനത്തേക്ക് ആ ജനവിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിന്റെ ഒക്കെ അതിലൊക്കെ പ്രാധാന്യത്തോടെ വനവാസി മേഖല. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും SC ST എന്നൊക്കെ പറയുമ്പോൾ ആ വനവാസി വിഭാഗങ്ങൾ ഇന്നും രാജ്യത്ത് ഒട്ടേറെ പ്രദേശത്ത് ജനങ്ങളുമായി മിങ്കിൾ ചെയ്യാതെ, ജനങ്ങളിലേക്ക് ഇറങ്ങി വരാതെ, സാധാരണ ജീവിതം നയിക്കാൻ കഴിയാതെ ഒക്കെ കഴിയുന്ന സാഹചര്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്, ഇന്ത്യയിലും പല ഭാഗത്തും അങ്ങനെ ഉണ്ട് എന്നൊക്കെ പരാമർശിക്കപ്പെടുന്ന, ചിന്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ഒരു ചിന്തയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ വിഭാഗത്തിൽ നിന്ന് ആളുകൾ ഉയർന്നു വരികയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വന്ന റിപ്പോർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഇതേ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ, അവിടെ രാജാവായി അല്ല ആ നിലയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരുന്ന വ്യക്തിയെ അവിടെ ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹം അതെല്ലാം വളരെ കൃത്യതയോടുകൂടി അതിനുശേഷം അതിനെ സംബന്ധിച്ച പ്രതികരണവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുകയുണ്ട്. അപ്പൊ ഇത് ഒരു ഭാഗത്തു നിന്നല്ല, ഭാരതത്തിന്റെ കേരളത്തിലായാലും ആസാമിലായാലും ത്രിപുരയിലായാലും ജാർഖണ്ഡിലായാലും കാശ്മീരിലായാലും ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ജനവിഭാഗങ്ങളെ മുഴുവൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ അവരുടെയൊക്കെ ആ ഒരു ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ ഉയർന്നു വന്ന ഭാരതത്തിന്റെ പ്രിയപ്പെട്ട
ഏറ്റവും ഔന്നത്യത്തിലെത്തിയ ദ്രൗപദി മർമു. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്രയേറെ ആക്ഷേപിക്കുന്ന മനോഭാവത്തിൽ നിരന്തരമായി സമീപിച്ചു. അത് ഒരു കാര്യത്തിലല്ല. ഇപ്പോ ഇതേ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ ബീഹാറിലെ വ്യക്തി സൂചിപ്പിച്ച കാര്യം ഇവിടെ പരാമർശിക്കുകയുണ്ടായിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സമീപനം, കോൺഗ്രസിലെ ഇതര നേതാക്കളുടെ സമീപനം, ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ നിരന്തരമായി സമൂഹത്തോടുള്ള സമീപനത്തിന്റെ തുടർച്ചയാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും തുടർന്നു വന്ന സമീപനത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന്റെ വികസന രംഗത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ മാറ്റത്തെ, ആ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നയപ്രഖ്യാപനമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. കാരണം രാജ്യം ഇന്ന് കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ്. ഇവിടെ വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. കാർഷിക രംഗത്ത് കഴിഞ്ഞ കാലത്ത് സബ്സിഡികളുടെ കാലഘട്ടമായിരുന്നുവെങ്കിൽ ഇപ്പോ ആ സബ്സിഡികൾ പല മേഖലകളിലും അർഹിക്കുന്ന ആളുകളിൽ തന്നെ എത്തുന്ന കാലഘട്ടമായി മാറി. മറ്റത് കാർഷിക മേഖലയിലെയൊക്കെ സബ്സിഡികൾ വലിയ വളക്കമ്പനികൾക്കോ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാരുടെയോ ഒക്കെ കൈകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് യഥാർത്ഥ കർഷകന് ഇതിന്റെ ഒന്നും ആനുകൂല്യം ലഭ്യമാവാത്ത സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ടായി. അതിനെയെല്ലാം തിരുത്തി എഴുതുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതത്തിന്റെ ഭരണ നേതൃത്വം രാജ്യത്ത് നടപ്പാക്കിയത്. അതുവഴി ആ സമസ്ത മേഖലയിലും ആ തരത്തിൽ അനേകം രംഗത്ത് പുരോഗതി ഉണ്ടായിരിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ കാലത്ത് ഗ്യാസ് കണക്ഷന് നമുക്കറിയാം, എല്ലാം സിലിണ്ടറുകളുടെ സബ്സിഡി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് കുറച്ചു എന്നൊക്കെ ആക്ഷേപം പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൗജന്യമായി ലഭ്യമാക്കേണ്ട അർഹതയുള്ളവർക്കൊക്കെ സൗജന്യമായി തന്നെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പട്ടികജാതി വിഭാഗങ്ങൾക്ക്, വനവാസി മേഖലയിലുള്ളവർക്ക്, സാധാരണക്കാർക്കൊക്കെ സിലിണ്ടറും ഗ്യാസ് സ്റ്റവും എല്ലാം സൗജന്യമായി കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും എത്തിക്കാൻ കഴിയുന്നു. അതേസമയം അർഹതയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവർക്ക് അവരുടെ അനുമതിയോടുകൂടി തന്നെ അവരെ ആ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടെടുക്കുന്ന സമീപനം, ഇങ്ങനെ വളരെ സുതാര്യമായി ഭരണരംഗത്ത് നിരന്തരമായി നടപ്പാക്കിയിട്ടുള്ള സമഗ്ര മാറ്റത്തിന്റെ പ്രതിഫലനം വ്യക്തമാക്കുന്ന പ്രസംഗം, അതിന്റെ സൂചനകൾ വന്ന നയപ്രഖ്യാപനം, അതിന്റെ തുടർച്ചയായി വരാൻ പോകുന്ന ബജറ്റ്, ആ ബജറ്റ് നാളെ തീർച്ചയായിട്ടും ലോകത്തിന്റെ 1-ാം നിലയിലേക്കുള്ള ഭാരതത്തിന്റെ പ്രയാണത്തിന് ആക്കം കൂട്ടുന്ന പ്രഖ്യാപനങ്ങളുടെ നിരന്തരമായിട്ടുള്ള അതിന്റെ തുടർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന, ശക്തി പകരുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ്. ബേസിക് ആയി തന്നെ വളർച്ചയെ ഉറപ്പാക്കുന്ന ബഡ്ജറ്റാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ തരം ഒരു ബാലിശമായ ചർച്ചയിലേക്ക് കാര്യങ്ങളെ വിടുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇത് അപലപനീയമാണ്. ശ്രീ റോണി കെ ബേബി, ഇവിടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. രാജ്യത്തിന്റെ വികസനം, മധ്യവർഗത്തിന്റെ വികസനം, സൈബർ ഡെവലപ്മെന്റ്, ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. സോണിയ പറഞ്ഞത് ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. പ്രതിപക്ഷ നേതാവായ രാഹുൽ പറഞ്ഞത് ബോറിംഗ് എന്നാണ്. എങ്ങനെയാണ് ഒരു ഉള്ളടക്കം, നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം ബോറിംഗ് ആകുന്നത്? ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യവും ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മേനോൻ അവസാനം പറഞ്ഞ് നിർത്തിയതും അത് രണ്ടും കൂടി ഒന്നിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഇപ്പോഴാണ് കറക്റ്റ് ഒരു ട്രാക്കിൽ നമ്മുടെ ചർച്ച എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതുപോലെയുള്ള സില്ലി ആയിട്ടുള്ള വിഷയങ്ങൾ ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. അത് കോൺഗ്രസ് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ആ നയപ്രഖ്യാപന പ്രസംഗം ബോധപൂർവ്വം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി BJP ഇങ്ങനെ ഒരു അജണ്ട, ഒരു നരേറ്റീവ് സെറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ നയപ്രഖ്യാപന പ്രസംഗം തന്നെ ചർച്ച ചെയ്യാം. ഇതിന്റെ അവസാനം എന്താണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതും എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതാണ് ഇന്ന് ഈ പറയുന്ന ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മേനോനും അതുപോലെ നുസ്രത് ജഹാനും ഒക്കെ പറഞ്ഞതുപോലെ മോദിയുടെ കരുത്തില് ഈ രാജ്യം ഒരു വലിയ സാമ്പത്തിക ശക്തിയെ നമ്മൾ മുന്നോട്ട് പോവുകയാണോ? ഇന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ പ്രസംഗത്തിനൊപ്പം വെച്ച ഈ പറയുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ട് 2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ യാഥാർത്ഥ്യം. ഇത്രയാണ് നമ്മുടെ GDP പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. 6.3 മുതൽ 6.8% വരെ. എത്രയായിരുന്നു കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്?
8% മുകളിൽ 9% മുകളിൽ സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യം നേടുമെന്നായിരുന്നു അവകാശവാദങ്ങളെല്ലാം. ഒരു സാമ്പത്തിക വളർച്ച നേടിയാൽ മാത്രമേ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2047 അമൃത് ഭാരത് എന്ന് പ്രഖ്യാപിച്ച ഓരോ ഇന്ത്യക്കാരന്റെയും ശരാശരി സാമ്പത്തിക വരുമാനം $13,000 നിലയിലേക്ക്, ആളോഹരി വരുമാനം $13,000 നിലയിലേക്ക്, ഇന്ത്യ 5 ട്രില്യൺ വളർച്ച നേടുന്ന സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയുള്ളൂ. പക്ഷെ ഇപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള യാഥാർത്ഥ്യം. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ഈ പറയുന്ന അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും അല്ലാതെ. ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ മേനോൻ പറഞ്ഞു, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, പിന്നോക്കക്കാരായ ആളുകൾ അവർക്കെല്ലാം ഗ്യാസ് സിലിണ്ടർ കൊടുത്തു. നല്ല കാര്യം, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വന്ന പഠനങ്ങളിൽ കൂടെ അങ്ങ് ശ്രദ്ധിക്കണം. ഇതിൽ പകുതിയോളം ഗ്യാസ് സിലിണ്ടറുകൾ രണ്ടാമതൊരിക്കൽ ഫില്ല് ചെയ്യാൻ, നിറയ്ക്കുവാൻ സാമ്പത്തിക ശേഷി ഇല്ലാതെ ആ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ വീടിന്റെ മൂലയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന കണക്കിന് വന്നു. നിങ്ങൾക്കറിയാമോ, ഏറ്റവും പുതിയ കണക്ക് പറയുന്നത് ഇന്ത്യയുടെ 50% വരുന്ന ജനങ്ങളുടെ പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് 100 രൂപയ്ക്കും 150 രൂപയ്ക്ക് ഇടയിലാണ്. ഏതാ 50% ഓഫ് ദ പോപ്പുലേഷൻ. ഇനി മോണിറ്ററിംഗ് ഓഫ് ഇന്ത്യൻ എക്കോണമി, അത് കോൺഗ്രസിന്റെ സംഘടനയല്ല. അവര് പറഞ്ഞത് എത്രയെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് 9.4%. എന്താ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി പറഞ്ഞത്? അതും അവിടെ നിൽക്കുന്നില്ല. 18 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 40%. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. റേറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ, എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് 2 ഡിജിറ്റിന് മുകളിലേക്ക് ഉയർന്നിരിക്കുക, 10% മുകളിലേക്ക് ഉയർന്നിരിക്കുക. അതാണ് നമ്മളിവിടെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2024 വരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്, നടപ്പാക്കിയത് വലിയ വലതുപക്ഷ കോർപ്പറേറ്റ് സാമ്പത്തിക നയങ്ങളാണ്. ആ ബജറ്റുകൾ മുഴുവൻ അതിന്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നത് തീവ്ര മുതലാളിത്ത നയങ്ങളായിരുന്നു. 2019 നമ്മൾ കണ്ടു, ആദ്യമായി നമ്മുടെ ഇവിടുത്തെ കോർപ്പറേറ്റ് മേഖലയ്ക്ക് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ വലിയ രീതിയിൽ വെട്ടിച്ചുരുക്കി. പക്ഷേ അതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ടോ? തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഇന്നത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ ആ പ്രസംഗത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വർഷത്തെ മൂലധന ചെലവ് 11.1 ലക്ഷം കോടിയായി നമ്മൾ വെച്ചിരുന്നെങ്കിൽ അതിന്റെ 40% മാത്രം ചെലവഴിച്ചിട്ടുള്ളൂ. ഇനി 2 മാസം കൂടെ ഉള്ളൂ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ട്. ഫെബ്രുവരി, മാർച്ച് ഈ 2 മാസങ്ങളിൽ ഇനി നമുക്ക് 60% ഈ 2 മാസത്തിൽ ചെലവഴിക്കാൻ പോകുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം സർക്കാർ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 2003 ബഹുമാനപ്പെട്ട വാജ്പേയി സർക്കാരാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. ബജറ്റിന്റെ കമ്മി 3% താഴെ നിർത്താൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ 2021-22 നിരക്ക് വെച്ച് നമ്മുടെ കമ്മി എത്രയാണെന്നറിയുമോ? 20 ലക്ഷം കോടി രൂപയിലേക്ക് നമ്മുടെ ബജറ്റ് കമ്മി മാറിയിരിക്കുക. അതായത് 9% മുകളിലേക്ക്. അപ്പോൾ ഈ ബജറ്റ് കമ്മി കൂടുമ്പോൾ, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള GDP വളർച്ച ഉണ്ടാകാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയുമോ? സർക്കാരിന്റെ വരുമാനം കുറയും, നികുതിയേതര വരുമാനം കുറയും. അപ്പോൾ അത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് ബാധിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഇങ്ങനെ വിഷയത്തെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടുകൊണ്ട്, വിഷയത്തെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെ സോണിയാഗാന്ധി അത് പറഞ്ഞു ഇത് പറഞ്ഞു അതേ പിന്നെ പിടിക്കാതെ നമ്മുടെ രാജ്യത്തെ യഥാർത്ഥ വിഷയങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആരാണ് ഈ വിഷയം ഇങ്ങനെ വ്യതിചലിപ്പിച്ച് കൊണ്ടുപോയത്? ഇന്നത്തെ ദിവസം ഞാൻ ചോദിച്ചു, ഇന്നത്തെ ദിവസം ഈ 145 കോടി ജനങ്ങളുടെ ജീവൽ പ്രശ്നത്തെ ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് കോൺഗ്രസ് കൊണ്ടുവന്നതല്ല, ഇന്നത്തെ പ്രസിഡന്റിന്റെ പ്രസംഗത്തോടൊപ്പം ഉണ്ടായ സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതാണ് ഈ രാജ്യം ചർച്ച ചെയ്യേണ്ടത്. സോണിയാഗാന്ധി എന്ത് പറഞ്ഞു അതായിരുന്നല്ലോ സാർ, അതായിരുന്നു പറയേണ്ടത്. സോണിയാഗാന്ധിക്ക് അറിയില്ലേ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കണം, അവർക്ക് അറിയില്ല. അതാണ് പറയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം ചോട്ടെ. എനിക്ക് 1 മിനിറ്റ് സമയം മാത്രം തന്നാൽ മതി. ബഹുമാനപ്പെട്ട ബി രാധാകൃഷ്ണ മേനോനൊക്കെ ഇവിടെ നമ്മുടെ ആദിവാസി ദളിത് വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. 2 ആഴ്ച മുമ്പാണ് RSSന്റെ, എനിക്ക് ഇനി രാധാകൃഷ്ണ മേനോൻ സാർ പറയുമെന്ന് അറിയത്തില്ല, BJP ഒന്നാണ്, RSS വേറാണ്. പക്ഷേ മോഹൻ ഭഗവത് എന്താ പറഞ്ഞത്? ഇവിടുത്തെ ആദിവാസികൾ സർവാപസം നടത്തിയില്ലായിരുന്നെങ്കിൽ അവരെല്ലാം രാജ്യവിരുദ്ധരായി മാറും എന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത പ്രണബ് മുഖർജിയെ കോട്ട് ചെയ്ത്. അത് ശരിയാണെന്നോ നിഷേധിക്കാനോ എന്ന് പ്രണബ് മുഖർജി ഇല്ല. പ്രണബ് മുഖർജി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ ഭഗവത് ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴുന്ന ഈ രാജ്യത്തെ ആദിവാസികൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള വനവാസികൾ ഇവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണ് ബഹുമാനപ്പെട്ട RSSന്റെ തലവൻ ചിന്തിച്ചിരിക്കുന്നത്. അതുപോലെയാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട
അമിത്ഷാ അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങൾ ഈ അംബേദ്കർ എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തെ വിളിച്ചാൽ നിങ്ങൾ നേരെ സ്വർഗത്തിൽ പോകും. അപ്പോൾ അതിലൂടെ എന്താ, ആരാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ സെപ്റ്റംബർ 10, 2024 സുപ്രീം കോടതി പറഞ്ഞത് സെപ്റ്റംബർ 10, 2024 രാഹുൽ വിസിറ്റ് നടത്തിയപ്പോൾ പറഞ്ഞതും താങ്കൾ മറന്നു കാണില്ലല്ലോ അല്ലേ? വി വിൽ തിങ്ക് ഓഫ് സ്ക്രാപ്പിംഗ് റിസർവേഷൻ. അപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ നയം? ഇത് രാഹുൽ പറഞ്ഞതാണ്. ഒരു ഗ്രാമത്തിൽ സംഘപരിവാർ സംഘടനകൾ, മധ്യപ്രദേശിലെ ഗ്രാമത്തിൽ ഒരു ക്രൈസ്തവനായ ഒരു വനവാസിയെ ആ ഗ്രാമത്തിൽ അടക്കാൻ പോലും പാടില്ല എന്ന് നിലപാടെടുത്തവരാണ് സംഘപരിവാറുകാർ. അവരാണ് ഇപ്പോൾ വന്ന് വലിയ ആദിവാസി സ്നേഹം പറയുന്നത് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ ശ്രീ റോണി കെ ബേബി, ഞാൻ ചോദിച്ചത് രാഹുലിന്റെ പരാമർശമാണ് 2024 US വിസിറ്റ് നടത്തിയപ്പോൾ സെപ്റ്റംബർ 10 പറഞ്ഞത് വി വിൽ തിങ്ക് ഓഫ് സ്ക്രാപ്പിംഗ് റിസർവേഷൻ. അതെന്താണ് ഉദ്ദേശിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഈ കൃത്യമായി തന്നെ ഇന്ത്യൻ അതെന്താണ് നയം? രാഹുലാണല്ലോ പറഞ്ഞത്. എന്താണ് നയം? രാഹുൽ ഗാന്ധി അല്ലെ ഇതൊക്കെ ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇന്ന് കോൺഗ്രസിന്റെ അജണ്ട എന്താ? ഇന്നൊക്കെ ഞങ്ങൾ വലിയ സമരഭൂത്ത ജയ് ബാപ്പു ജയ് ഭീം ഞങ്ങളുടെ മുദ്രാവാക്യമാ. എന്താ കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെടുന്നത്? ഇവിടെ പിന്നോക്ക സെൻസസ് നടക്കണമെന്നുള്ള, ബാക്ക്വേർഡ് സെൻസസ് നടക്കണമെന്നാ. BJP അതിന്റെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ 2021 നടക്കേണ്ട സെൻസസ് ഇതുവരെ നടത്താത്തത്? 2011 മൻമോഹൻ സിംഗ് ആണ് സെൻസസ് നടത്തി കൃത്യമായി പിന്നോക്ക വിഭാഗങ്ങളുടെ ഡേറ്റ ക്രോഡീകരിച്ചത്. പക്ഷെ 2014 അധികാരത്തിൽ വന്ന BJP സർക്കാർ അത് പുറത്തുവിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിന്നോക്ക സംവരണം, ഈ പിന്നോക്ക സെൻസസിന്റെ ഡേറ്റ അവർ പുറത്തുവിടാത്തത്? അപ്പോൾ ആരാണ് കൃത്യമായി ഈ സംവരണം? കാരണം RSSന്റെ പ്രഖ്യാപന നിലപാടെന്താ? RSS എല്ലാ കാലത്തും പറഞ്ഞത് ഈ സംവരണം വേണ്ട, സംവരണം എടുത്തുകൊള്ളണം. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ കൃത്യമായി തന്നെ പിന്നോക്ക ഈ സർവേ നടത്തണം, പിന്നോക്ക സെൻസസ് നടത്തണം. ഞങ്ങളുടെ ഒന്നാമത്തെ മുദ്രാവാക്യം, കോൺഗ്രസിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഈ പറയുന്ന പിന്നോക്ക സെൻസസ് നടത്തണം, അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിൽ കൃത്യമായ മറുപടി പ്രതിപക്ഷത്തിന് നൽകാം. പക്ഷേ അതെല്ലാം വ്യാജമായ പൊള്ളയായ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞ് കൈകഴുകുന്ന മനോഭാവം. പക്ഷേ അതിനിടയിൽ എപ്പോഴോ അറിയാതെയെങ്കിലും അവരുടെ അധിക്ഷേപം പുറത്തു വരുന്നു. പുവർ തിങ് എന്നും ബോറിംഗ് എന്നുമുള്ള പ്രസ്താവനകൾ വരുന്നു. അത് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ടാകുകയും ചെയ്തപ്പോൾ ഇത് BJP വഴിതിരിച്ചു വിടുന്നതിനുള്ള ഒരു മനോഭാവത്തിന്റെ പ്രത്യാക്രമണമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എങ്ങനെ കാണുന്നു? ശ്രീമതി സോണിയ പറയുന്നത് BJP പറഞ്ഞിട്ടാണെങ്കിൽ അവർ പറയുന്ന വളരെ ശരിയാണ്. കാരണം ഇവിടെ ആരാ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ ഭാരതത്തിന്റെ ഭരണകൂടത്തെ കഴിഞ്ഞ കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണകൂടം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായപ്പോൾ ആ ഭരണത്തെ മുഴുവനായി നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാണ് സോണിയ. അപ്പൊ അവരെ പോലുള്ള ഒരു വനിത ഈ തരത്തിൽ ആക്ഷേപകരമായ സമീപനം ഭാരതത്തിന്റെ പ്രസിഡന്റിനെതിരെ, ഏറ്റവും ഔന്നത്യത്തിൽ ഇരിക്കുന്ന വനിതാ പ്രസിഡന്റിനെതിരെ ആ ഒരു സമീപനത്തിൽ പ്രതികരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച വരുമ്പോ അത് BJP രൂപപ്പെടുത്തിയ ചർച്ചയാണ് എന്ന് പറഞ്ഞാൽ, കാരണം അവരെ സംബന്ധിച്ച് ഇന്ന് കോൺഗ്രസ് ഒരിക്കലും രാജ്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള നേട്ടങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസ്. അവരെ സംബന്ധിച്ച് അവരുടെ ബേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദിവാസികളോടും ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞില്ലേ, പിന്നോക്കക്കാരെ അവരുടെ സർവേ നടത്തി അവരെയൊക്കെ ഭിന്നിപ്പിച്ച് നിർത്തി അവരെ എല്ലാം വേറെ വേറെ ആക്കി നിർത്തണം എന്നുള്ള ഒരു കൃത്യമായ അജണ്ടയുടെ വക്താക്കളാണ് കോൺഗ്രസ് എക്കാലത്തും. അവരുടെ സർവേ നടത്തേണ്ടതല്ല പറയുന്നത്, സർവേ നടത്തണം, കണക്കെടുക്കണം. പക്ഷെ അവര് എല്ലാ വിഭാഗം ആളുകളെയും ഒരേപോലെ കാണാനും അവർക്കെല്ലാം വേണ്ട പരിഗണന കൊടുക്കാനും അവർക്കെല്ലാം വേണ്ട പദ്ധതി കൊടുക്കാനും സമൂഹത്തിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ ഏറ്റവും താഴെ കിടക്കുന്നവരെയും ഒപ്പം പട്ടികജാതി വിഭാഗത്തിൽ വർഗ ആ വിഭാഗത്തിൽപ്പെട്ട് ആ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ അധപ്പതിച്ചു നിൽക്കുന്ന ആ വിഭാഗത്തെയും എല്ലാവരെയും രാജ്യത്തിന്റെ മക്കളായി കണ്ടുകൊണ്ട്, അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള ദുരിതമാണെങ്കിലും ദുരന്തമാണെങ്കിലും ഇതിനെയെല്ലാം ഒരേ മനോഭാവത്തോടെ നോക്കിക്കണ്ടുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ
ഔന്നത്യത്തിൽ എത്തിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഭരണത്തിന്റെ നേട്ടങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, അടിസ്ഥാന സമീപനം അത് രൂപപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ രാജ്യം ഇന്ന് ലോകത്തിന്റെ 1-ാം നിരയിൽ സമസ്ത മേഖലയിലേക്കും എത്തുമ്പോൾ അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങൾ ഭാരതത്തെ തുല്യ പരിഗണനയിൽ നോക്കിക്കാണാൻ തയ്യാറാവുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആ നിലയിലേക്ക് ഭാരതത്തിന്റെ വളർച്ച എത്തുന്നതിനെ അസഹിഷ്ണുതയോടെ അല്ലാതെ കാണാൻ കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഴയ ബ്രിട്ടീഷ് മനോഭാവത്തോടു കൂടി രാജ്യത്തെ ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് അവർക്ക് സബ്സിഡിയുടെ രൂപത്തിൽ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ കാലത്ത് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ ഒരു ശൈലിയുണ്ട്. അവരെല്ലാവർക്കും ഒരുപാട് ആനുകൂല്യങ്ങൾ അത് പ്രഖ്യാപിക്കുന്നു. ആ ആനുകൂല്യങ്ങളൊന്നും അർഹതപ്പെടുന്നവരുടെ കരങ്ങളിൽ എത്തുന്നില്ല. ഇതെല്ലാം ഇടത്തട്ടുകാർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാക്കി മാറ്റുന്നു. ഞാൻ ഓർക്കുന്നു, ഈ രാജീവ് ഗാന്ധി അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ കേരളത്തിൽ വന്നപ്പോ നമ്മുടെ വനവാസി മേഖലയെ പരാമർശിച്ചുകൊണ്ട്, വയനാടിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, ഈ സർക്കാർ സംവിധാനങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അതേപോലെ ട്രൈബൽ വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കുന്ന പണത്തിൽ 100 രൂപ മാറ്റിവെച്ചാൽ അതിൽ 10 രൂപ പോലും അവർക്ക് കിട്ടുന്നില്ല, അർഹിക്കുന്നവർക്ക് കിട്ടുന്നില്ല. 2 രൂപ കിട്ടിയെങ്കിൽ നല്ല കാര്യം. ഈ ഒരു അവസ്ഥയിൽ ആണ് കേന്ദ്രം അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ആ മേഖലയ്ക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ അവസ്ഥ എന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് തുറന്നു പറയേണ്ടി വന്ന ഒരു സാഹചര്യം. അതിനുശേഷവും ആ സാഹചര്യം രാജ്യത്ത് തുടരുകയാണ്. കേരളത്തിൽ ഒരു പട്ടികവർഗക്കാരൻ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെട്ട സ്ഥലമായി കേരളം മാറുമ്പോ ആദിവാസിക്ക് ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ ഭാരതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആദിവാസിയെയും പിന്നോക്കക്കാരെയും പട്ടികവർഗക്കാരനെയും സാധാരണക്കാരനെയും എല്ലാം തുല്യമായി പരിഗണിക്കുന്ന, അവർക്ക് രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ സ്ഥാനമുണ്ട് എന്ന സന്ദേശവും അതിനുതകുന്ന രീതിയിൽ അവരുടെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്ന സാഹചര്യവും, കഴിഞ്ഞ കാലത്ത് റേഷൻ ആനുകൂല്യം വ്യക്തികളിൽ എത്താൻ എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറി എല്ലാവർക്കും ആനുകൂല്യം എത്തുന്ന, അവരുടെ കരങ്ങളിൽ എത്തുന്ന രീതിയിലേക്ക് ഭരണ സംവിധാനത്തെ മാറ്റിമറിച്ച കാലഘട്ടം. അതുവഴി രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിൽ പടിപടിയായ ഉയർച്ചയുണ്ടായ കാലഘട്ടം. ഈ രാജ്യത്തിന്റെ പൊതു വളർച്ച സുശക്തമായ കാലഘട്ടം, ബാങ്കിംഗ് മേഖല സുശക്തമായ കാലഘട്ടം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ രാജ്യത്ത് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അപേക്ഷ എഴുതി നടന്നിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ നീണ്ട നിരയുണ്ടായ കാലഘട്ടം. മുദ്രാ ലോൺ അടക്കമുള്ള പദ്ധതികളിലൂടെ രാജ്യത്ത് ഒരു വലിയ സമഗ്ര മാറ്റമുണ്ടാക്കിയ ഒരു കാലഘട്ടമാണിത്. കാരണം എല്ലാവർക്കും തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ധാരാളമായ അവസരങ്ങൾ, അവരുടെ കയ്യിലേക്ക് ആവശ്യത്തിന് പണം എത്തുന്ന നയപരമായ സമീപനം ബാങ്കിംഗ് മേഖലയിൽ, ആവശ്യമായ സബ്സിഡി എത്തുന്ന, സഹായം എത്തുന്ന സമീപനം, അർഹിക്കുന്ന രീതിയിൽ അത് ആ മേഖലയിൽ തന്നെ വിനിയോഗിക്കപ്പെടുമെന്ന് ഉറപ്പാക്കുന്ന സമീപനം, ഇതെല്ലാം ഭരണരംഗത്ത് രൂപപ്പെട്ടപ്പോ ഇന്നിപ്പോ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് അടക്കമുള്ള മേഖലകളിലെ കണക്ക് പരിശോധിക്കുമ്പോ ഇന്ന് പുതുതായി തൊഴില് മേഖലയിലേക്ക് കടന്നു വന്ന ആളുകളുടെ രജിസ്ട്രേഷനിലൊക്കെ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ രാജ്യത്ത് ആ നിലയിൽ എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടായി എന്ന് പ്രകടമായി ബോധ്യം വരുന്ന, തൊഴിലവസരങ്ങൾ ഒരാൾക്ക് തൊഴിലിന് വേണ്ടി അപേക്ഷ കൊടുത്ത് തൊഴിൽ നേടുന്ന അവസരമല്ല, മറിച്ച് അനേകം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പുതിയ സംരംഭങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്തി. ഇപ്പോ പല ആളുകളും വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരു
ഇവിടെ രക്ഷയില്ലാഞ്ഞിട്ട് പോകുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇന്നിപ്പോ ആ വിദേശങ്ങളിൽ പോയി പോലും വലിയ ബിസിനസ് നടത്തുന്ന, വലിയ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു വലിയ സമൂഹമായി ഭാരതീയർ മാറുമ്പോ ഈ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ സുശക്തമാകുന്നു. വിദേശ പണം ധാരാളമായി ഭാരതത്തിലേക്ക് എത്തുന്നു. ഭാരതം സമഗ്ര മേഖലയിലും മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ ഒരു പുരോഗതിയുടെ സമസ്ത മേഖലയിലും വ്യക്തതയുള്ള അന്തരീക്ഷം ഉണ്ടായപ്പോ അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കണക്കുകളും അതിന് മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വളർച്ചാ നിരക്ക് വിലയിരുത്തിക്കൊണ്ട് തുടർന്നുള്ള വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന സമീപനവും നാളെ ബഡ്ജറ്റിൽ പ്രിയപ്പെട്ട ധനമന്ത്രി പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ പിന്നോക്കാവസ്ഥയുണ്ടോ എന്നുള്ള പരിശോധനയും കണക്കുമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. അത് വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന് പുരോഗതിയുടെ ശക്തി പകരാൻ ഉതകുന്ന രീതിയിലുള്ള തിരുത്തലോടെയുള്ള നടപടികൾക്കാണ് ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പൊ നമ്മൾ ലക്ഷ്യമിട്ട ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും എത്തി എന്ന് പറയുന്നില്ല. പക്ഷെ ലക്ഷ്യമിടുന്നതിന് കഴിഞ്ഞ കാലത്തേത് വെച്ച് നോക്കുമ്പോൾ, കോൺഗ്രസിന്റെ ഭരണകാലം വെച്ച് നോക്കുമ്പോൾ, മുൻ കാലഘട്ടത്തിലെ വളർച്ചാ നിരക്ക് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലോകത്തിൽ ഇതര സാമ്പത്തിക ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്ന, ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ സാമ്പത്തിക ശക്തിയായി ഭാരതം വളർന്നു വരുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാരിന് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ ആർക്കാണ് തിരസ്കരിക്കാൻ കഴിയുക? ആർക്കാണ് അത് തെറ്റാണെന്ന് പറയാൻ കഴിയുന്നത്? അപ്പൊ ആ നിലയിലുള്ള വളർച്ചാ നിരക്ക് രാജ്യത്ത് രൂപപ്പെടുമ്പോൾ ഇവിടുത്തെ എല്ലാ മേഖലയിലുമുള്ള വ്യക്തികൾക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ തുല്യത ഉണ്ടാക്കിക്കൊണ്ട് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി, 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ചികിത്സ കൊടുക്കുന്ന പദ്ധതി, ഇത് ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള സീനിയർ സിറ്റിസൺസിനുള്ള പരിഗണനയുടെ പശ്ചാത്തലത്തിലേക്ക് ഭാരതത്തിലെ സീനിയർ സിറ്റിസൺസിനെ മുഴുവൻ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ പദ്ധതികൾ രൂപപ്പെടുത്തുന്ന സർക്കാരിന്റെ സമീപനത്തെ അതിനെയൊക്കെ കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല, രാജ്യത്തെ വ്യക്തികളെ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുതിർന്ന സാധാരണക്കാരെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തുള്ള മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും ചികിത്സ ഉറപ്പാക്കുന്ന ഒരു സംവിധാനം കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഈ രാജ്യത്ത് ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു? പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് ആരോഗ്യകരമായ ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് തന്നെയാണ്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇവിടെ ആദിവാസി ഗോത്ര വനവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി വന്ന ഒരു വനിതയാണ് നമ്മുടെ രാഷ്ട്രപതി. തൻ്റെ ജീവിതത്തിലെ കഠിനമായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആ സ്ഥാനത്തെത്തുമ്പോൾ രാജ്യം ആ വിഭാഗത്തെ തന്നെ ആദരിക്കുന്നതിന് തുല്യമാണ്. അതനുസരിച്ച് തന്നെയാണ് നാം ഇത്രയും കാലം മുന്നോട്ട് പോയത്. അപ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, സോണിയയുടെ ഭാഗത്തു നിന്നും, രാഹുലിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പുതിയ ന്യായീകരണങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. സ്ത്രീയാണ്, അവർ തളർന്നു പോയതുകൊണ്ടാണ് എന്നൊക്കെ. അപ്പോഴും വളരെ ബോധപൂർവം അവർക്കെതിരെ നേരത്തെ പറഞ്ഞ പല പരാമർശങ്ങളും മറച്ചു വയ്ക്കുന്നുമുണ്ട്. എന്തായാലും ബോധപൂർവമായ ഒരു അധിക്ഷേപം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്നാണ് ഇത്തരം അധിക്ഷേപങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വർഷങ്ങളായി ഒരു പാർട്ടിയെ കുടുംബസ്വത്തായി കാണുകയും അതിന്മേൽ അധീശത്വം വഹിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം പ്രസ്താവനകളും ഭരണവും ഒക്കെ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റൊരിടത്തും പ്രാവർത്തികമാകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയോ പരാമർശമോ അഭിപ്രായമോ ഒക്കെയായി പലപ്പോഴും ഇത് തികട്ടി വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണോ? അവർക്ക് തേട്ടി വരൂ, അതാണ് ഇപ്പൊ അവസ്ഥ. കാരണം അവര് വിചാരിച്ച പോലെ രാജ്യം ഈ പ്രാവശ്യം കിട്ടും, ഇനിയിപ്പൊ അടുത്തത് കിട്ടുമെന്നും പറഞ്ഞ് നടക്കുമ്പോ ഈ രാജ്യം ഇനി ഒരിക്കലും കിട്ടാത്തത്ര ഉയരങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളത് ഈ രാജകുടുംബം മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയുന്ന സോക്കോൾ രാജകുടുംബം. അപ്പൊ അത് അവരുടെ എല്ലാം വായിന്ന് വരും. എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാവുക, അധികാരം കിട്ടുക എന്നുള്ള ചിന്തയായിട്ടാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ കാലത്ത് തന്നെ അവർക്കാവാൻ പറ്റാത്ത പ്രധാനമന്ത്രി പദം രാഹുലിനെങ്കിലും കിട്ടണം. അപ്പൊ ഇതിനെങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവര് ഉണ്ടാക്കുക എന്നല്ലാതെ
ഇവരെ പാർട്ടിയിൽ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ എവിടെ പോയി? അവരൊക്കെ എവിടെ പോയി? അവർക്ക് പോലും ഇവരോട് ഇന്ദിരാഗാന്ധിന്റെ കാലത്തും രാജീവ് ഗാന്ധിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന എത്രയോ നല്ല നേതാക്കന്മാരെ നമുക്കൊക്കെ അറിയാം. ഇവരുടെ പിന്നെ ഇത് പ്രവർത്തി കൊണ്ട് മാത്രം പോയവരാ. പലരും അത് പരസ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിലപ്പുറമുള്ള ഒരു നീതിയൊന്നും നരേന്ദ്രമോദിയും പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും ഒന്നും അവരുടെ അടുത്തുനിന്ന് അത്രയുള്ള പ്രതിപക്ഷ ബഹുമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അവരെന്തെങ്കിലും കണ്ടുപിടിക്കുക. പക്ഷെ കണ്ടുപിടിക്കണതൊക്കെ തെറ്റിപ്പോവും, അബദ്ധമായി പോകുമ്പോ ഇവരും അവിടുന്ന് ഉരുണ്ട് കളിക്കുക. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് സെഷൻ എങ്ങനെയാ അവസാനിച്ചേ? ഒരു പ്രായം ചെന്ന ഒരു MP-നെ അയാൾ കയറി വരുമ്പോ ഇയാളെ നടത്തം കൊണ്ട് അയാൾ വീട് പോയതാ, പേഴ്പസ്ഫുള്ളി ആവൂല. പക്ഷേ നമ്മൾ ഒരു പാർലമെന്റിൽ പോകുമ്പോ അതിൻ്റെതായ പവിത്രതയോടും പ്രതിപക്ഷത്തിരിക്കുക. ദിവസം അവിടെ സ്കൂളിൽ കുട്ടികളെ അടി ഉണ്ടാക്കാൻ പോകുന്ന പോലെയാണ് ഇവര് പോകുന്നത്. ഇവർക്ക് രാവിലെ വന്ന് അവിടെ പറയുന്നത് നാക്ക് പിഴച്ചും പോകുന്നു. എല്ലാം നാക്ക് പഴപ്പാണ് പറയും, എന്ത് പറഞ്ഞാലും. ഇതിപ്പോ BJPക്ക് പറയാൻ വേണ്ടി ഉണ്ടാക്കിയാന്ന് പറയാനേ എങ്ങനെയാ പറ്റുക? BJP ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവിടുന്ന് പാർലമെന്റ് സെക്ഷൻ കഴിഞ്ഞാൽ അവര് പറയണായിരുന്നു ഇതിലൊന്നുമില്ല, എന്താ രാജ്യത്തിനുണ്ട്, ചോദിക്കാനുള്ള ചോദ്യങ്ങളില്ലേ? അവര് പ്രതിപക്ഷത്തെ നേതാക്കന്മാരല്ലേ. അതിന് പകരം ഇവരെ പുവർ തിങ് പറയണത്. രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾക്കും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾക്കും ക്ഷീണം വരൂല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ളവരുണ്ട്. അവര് കർമ്മഭൂമിയിൽ മരിച്ചു വീണ അല്ലെങ്കിൽ രാഷ്ട്ര സ്നേഹമുള്ളവർ അങ്ങനെ തന്നെ ഉണ്ടാവുക. പിന്നെ അവർക്ക് ഹെൽത്ത് ഉണ്ടോ നോക്കാൻ അവിടെ അതിനായിട്ടുള്ള ആൾക്കാരില്ലേ? നമ്മൾ കണ്ടില്ലല്ലോ അവർക്ക് തലകറങ്ങണതോ ക്ഷീണം വരുന്നതോ ഒന്നും കണ്ടിട്ടില്ല. അതാണെന്ന് പിന്നെ ഇന്ന് പറഞ്ഞിരിക്കണേ. പാർലമെന്റിന്റെ അകത്തുനിന്നുള്ള ഇതുവരെ വന്നു, റിപ്പോർട്ട് വരെ വന്നു. അത് പറയാന്ന് പറയുന്നത് ശരിക്ക് അവർ പരിഹസിച്ച പോലെയാണ്. ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീത്വത്തെ പരിഹസിക്കുക എന്നുള്ളത്. കാരണം അവര് ഒരു ഭാരതത്തിനോട് കൂറുള്ള ആളല്ല എന്നും പറയുന്ന പോലെ അവര് ഇറ്റലിയിലെ പ്രിയങ്ക വാദ്രയുടെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് തൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പൊതുപ്രവർത്തനമൊക്കെ നിർത്തിവെച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കാൻ പറയാമല്ലോ ആ അമ്മയോട്. അമ്മനെന്തിനാ അസുഖമുള്ള അമ്മനെയും പിടിച്ചിട്ട് ഇവരിങ്ങനെ പറയണത്? അമ്മനെയും പിടിച്ച് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഇരുന്ന് ഇവര് അമ്മ പറഞ്ഞു കൊടുക്കും, ഇവര് പറയും, എന്നിട്ട് ഇവര് മാറ്റി പറയും. മൂന്നാളും കൂടി നല്ല പിന്നെ ഒരു ഭയങ്കര കളി എല്ലാരും എത്തി. അതാണ് പാർലമെന്റിൽ ഇവർ വന്നത് തന്നെ അവിടെ എങ്ങനെയെങ്കിലും കലക്കിയെടുക്കുക. തിരിച്ച് പറയാൻ പറ്റാത്ത ഒന്നും ഉണ്ടാവുമ്പോ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കുക. ഇതൊന്നും ലോക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പറയണാണെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രപതിനെ പറ്റിയോ ഒക്കെ പറയുമ്പോ അന്യരാജ്യത്ത് പോയി ഇപ്പൊ രാഹുൽ പറയുന്ന പോലെ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ അത് രാഷ്ട്ര സ്നേഹമില്ലാത്ത ആണെന്നുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ഒരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടു, രാഹുൽ ഗാന്ധി പറയണേ. അപ്പൊ ഇവർക്ക് മനസ്സിലാവില്ല ഇവരെ തന്നെയാണ് പിന്നെ ഇവിടെ കളിയാക്കപ്പെടുന്നത് ജനങ്ങൾ എന്നുള്ളത്. എല്ലാം RSSനെ പറയും, അല്ലെങ്കിൽ ഇത് പറയും BJP ഇതാണ് അത് ചെയ്ത്. പിന്നെ മുസ്ലിങ്ങൾ ഒരു കാര്യം എടുത്തോടുക ഒന്നുമില്ലെങ്കിൽ. ഇപ്പൊ ക്രിസ്ത്യൻ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യനിലുള്ള പ്രശ്നങ്ങൾ, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവര് വരുന്നു. അവിടെ ഉള്ളത് അവര് തമ്മിലുള്ള പ്രശ്നങ്ങളും ചൈനയും മ്യാൻമാറും അവിടെ വന്ന് കയറി ആക്രമിച്ചാണ് ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്തും ഉണ്ടായ പ്രശ്നത്തിനെയാണ് ഇവര് പറയുന്നത്. അതാണ് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കുന്ന ഒരു കാര്യം. ഒരു മൈനോറിറ്റിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ഒറ്റവിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ തിരിച്ചങ്ങോട്ടും ചെയ്യുന്നില്ലേ? എന്താ ചെയ്യാത്തവരുള്ളത്? എന്താ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസ് കൊടുത്തേ? ഓക്കെ, ഞങ്ങൾ രാജ്യം പിടിച്ചെടുത്ത് ഭരിക്കുമ്പോ അത് തന്നു. ആദ്യം വെട്ടിക്കീറിയ ഒരു രാജ്യത്തെ കിട്ടിയ പാട് വെട്ടിക്കീറിയ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നിട്ടും ഇപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വേണം, രാഷ്ട്രത്തിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്ന് ഇവരെന്നെ പറയിപ്പിക്കാൻ വേണ്ടി ഇവര് മറ്റുള്ളവരെ കൊണ്ടുവരൂ. ഏറ്റവും വലിയ ഇത് തോന്നുന്ന രാജ്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്ന SDPIന്റെയും ഒക്കെ വോട്ട്, ജമാഅത്ത് ഇസ്ലാമിന്റെയും ഒക്കെ കൂടെ നിന്ന് വോട്ട് വാങ്ങുന്ന ആൾക്കാരല്ലേ ഇവര്. പാലക്കാട് നമ്മൾ കണ്ടു പരസ്യമായിട്ട് SDPIന്റെ പ്രകടനം. കോൺഗ്രസിന് അത്ര പ്രകടനം ഉണ്ടായിട്ടില്ല. രാജ്യം അവരുടെ പിന്നെ എന്താണ് അവരെ മുദ്രാവാക്യം? നമ്മൾ കേട്ടതല്ലേ ഈ രാജ്യം.
ഈ രാജ്യം മാത്രല്ല ലോകമൊട്ടുക്ക് കേട്ട്. അപ്പൊ ഇതെല്ലാം ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ ഒന്നും ഇവര് മിണ്ടൂല. അതിനൊന്നും ഇവർക്ക് ഒരു ശബ്ദവുമില്ല. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്ത ബാഗ് കൊണ്ട് ഇവര് കാണിക്കണം മുഴുവനും കോമിക്കുകൾ കാണിച്ചിട്ട് പിന്നെ അത് തെറ്റിപ്പോകുമ്പോ അത് വേറെ കാര്യം കാണിക്കും. പാകിസ്ഥാൻ അത് ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി കൊണ്ട് പിറ്റേ ദിവസം ബംഗ്ലാദേശി ഹിന്ദു ഇതൊക്കെ ആദ്യമായിട്ട് പിന്നെ എന്താ പറയാ സ്കൂളിൽ പോണ കുട്ടികൾ കളിക്കുന്ന പോലെയാ. പക്ഷെ ഇവര് പറയുന്നുണ്ടല്ലോ ഇവരെ രാഷ്ട്ര പാരമ്പര്യം, ഇവർക്കൊന്നും അത് ആദ്യം തൊട്ടേ ഇല്ല. നെഹ്റുവിന്റെ കാലത്തെ ഈ രാജ്യത്തോട് നമുക്ക് ഒരു മര്യാദയും കിട്ടിയിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്നുള്ള. കാരണം രാജ്യത്തിനെ സംരക്ഷിക്കണമായിരുന്നു. ഇപ്പൊ ഏത് ആധിപത്യത്തെയും അവര് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കുള്ള കാര്യങ്ങൾ തന്നെ ആക്കിയിട്ട് കൊണ്ടുവരുമ്പോ എന്തുകൊണ്ട് ഈ രാജ്യത്തെ ഒരു സംഗതി അതൊക്കെയാണ് ഇവർക്ക്. എത്ര പറഞ്ഞാലും നമ്മൾ പറയും നമ്മളെ RSSനെ സപ്പോർട്ട് ചെയ്യാണല്ലേ BJP. ഈ രാജ്യത്തെ എന്തെങ്കിലും ഒരു സംഗതി ഇവര് ഹൈലൈറ്റ് ചെയ്ത് എവിടെങ്കിലും ഈ 68 വർഷത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു കാര്യം ഇവർക്ക് പറയാൻ പറ്റുമോ? ഇവര് ടെക്നോളജി കൊണ്ടുവന്നു, കണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയും. അത് പറയുമ്പോ രാജ്യം എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ലാൻഡ് ഇന്ത്യ എന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവര് കണ്ടിട്ടില്ലാത്ത പോയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ വെച്ചിട്ട് എന്ത് പറയും? അപ്പൊ അത് വർഗീയതയാക്കി മാറ്റും. വർഗീയത പറഞ്ഞ് കേട്ട് എല്ലാരും വർഗീയത പഠിച്ച് എന്ന് പറഞ്ഞ് രണ്ടാമത് എവിടെ നോക്കിയാലും അപ്പോഴത്തേക്ക് ആക്ഷേപിക്കണായി. സാധാരണ പൊളിറ്റിക്സ് ഇല്ലാത്ത പോലും ആ ഒരു ടാർഗറ്റ് ഇവരുടെ ജയിച്ചു. വർഗീയത എന്നുള്ള ഉണ്ടാക്കി വെക്കാം. ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിക്കൊന്നും ഒരു പ്രശ്നവും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല. ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല, ഒരു മൈനോറിറ്റിക്കും ഇല്ല. മൈനോറിറ്റി ഹാപ്പിയാണ്. ഇപ്പൊ സിക്കിനെ പറയും, സിക്കിനെ കൂട്ടക്കൊല നടത്തിയ ആരായിരുന്നു? കോൺഗ്രസ് അല്ലേ? BJP ആയിരുന്നോ? ഒരു സിഖുകാരൻ കോൺഗ്രസിന്റെ പേര് പറഞ്ഞാൽ അവര് അവിടുന്ന് മാറിക്കളയും. കാരണം അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ല, അത്രക്കും വെറുത്തുണ്ട്. അതാണ് ഇവിടുത്തെ മൈനോറിറ്റിയോട് ചെയ്തത് അവര്. എന്ത് വരുമ്പോ ആദിവാസി പറയുമ്പോ എല്ലാം തമിഴിന്റെ നമുക്കിപ്പോ രാജീവ് ഗാന്ധിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ. അവിടെ ഇപ്പൊ അവരെ എത്ര ബഹുമാനം കൊടുത്തു പിന്നുള്ളത് നമ്മൾ കണ്ടില്ലേ. എല്ലാം പറയുമ്പോ ഇപ്പൊ എല്ലാം വർഗീയതന്റെ മേലിൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക, ഈ രണ്ട് സംഗതികൾക്ക് ഇവരെ ഇതിനൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മറുപടിയെ പറയരുത്. കാരണം അവരെ വർഗീയതയുടെ പേരിൽ കോൺഗ്രസ് കടന്നാക്രമിക്കുമ്പോഴും വയനാട് ലഭിച്ച വോട്ടുകളുടെ ശരാശരി കണക്കുകൾ പുറത്തു വരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എവിടെ നിന്നാണ് അത് എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകുന്നതാണ്. താങ്കളിലേക്ക് എത്താം. ശ്രീ റോണി കെ ബേബി, വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഉത്തരവാദ ബോധത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ മുൻപിൽ അഭിപ്രായം പറയേണ്ടതിന് പകരമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രപതിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് കടന്നത്. നാളെ ഇനി ബജറ്റ് അവതരണമാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന് ശേഷവും ഇതുപോലെയുള്ള തളർന്നോ, വെള്ളം കുടിച്ചോ തുടങ്ങിയ പരാമർശങ്ങൾ തന്നെയാകുമോ? അതോ അതിലെങ്കിലും ഒരു കൃത്യമായ അടിസ്ഥാനമായ വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ നടത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ? ചൂണ്ടിക്കാണിച്ചതുപോലെ 140 വർഷത്തെ ചരിത്രമുള്ള ഐതിഹാസികവും ഉജ്ജ്വലവുമായ ചരിത്രമുള്ള പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അല്ലാതെ 2014 ഇവിടെ ബഹുമാനപ്പെട്ട നസ്രത്ത് ജഹൻ പറഞ്ഞതുപോലെ 2014 ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമല്ല ഇന്ത്യയുടെ ചരിത്രവും ഈ കാണുന്ന വളർച്ചയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ നെഹ്റു, അദ്ദേഹം 10 വർഷം ജയിലിൽ കിടന്ന ആളാണ്. കൃത്യമായി പറഞ്ഞാൽ 3462 സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ എത്ര നേതാക്കൾ സമരത്തെ മാഡം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ഇടപെട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അതെന്റെ ഒരു ജനാധിപത്യ മര്യാദയാണ്. ഇപ്പോൾ എന്റെ ഊഴമാണ്, എന്റെ സമയമാണ്. BJPയും നിങ്ങളും ഒക്കെ ഒന്ന് തൂത്തുവായിച്ചു കളഞ്ഞാലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഒന്നും ഒരിക്കലും ഇല്ലാതാകാൻ പോകുന്നില്ല. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ താനൊരു സനാതന ഹിന്ദുവാണ് എന്നും പറഞ്ഞിരുന്ന അഭിമാനിച്ചിരുന്ന മഹാത്മാഗാന്ധി എങ്ങനെയാണ് വെടിയേറ്റ് മരിച്ചതും ഇതിന്റെ ഒന്നും ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ എല്ലാം BJPയും ശ്രീ നരേന്ദ്രമോദിയും കൊണ്ടുവന്നതാണെന്നും കോൺഗ്രസ് ഈ രാജ്യത്ത് ഒന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്ത്, കാരണം ഇപ്പോൾ അങ്ങ് പറഞ്ഞു പ്രിയപ്പെട്ട സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം കിട്ടാത്തതിലുള്ള സ്വസ്ഥതയാണത്രേ, അസഹിഷ്ണുതയാണത്രേ ഇപ്പോൾ സോണിയാഗാന്ധി വിമർശിക്കുന്നത്. അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാം 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോടെ സർക്കാർ ഉണ്ടാക്കുന്നതും 2019 210 സീറ്റുമായി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ച ആ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് സോണിയാഗാന്ധി തന്നെയാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അവർ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവർക്ക് നിഷ്പ്രയാസം വരാമായിരുന്നു, ആരും പറയാനില്ലായിരുന്നു.
എങ്കിലും ആ പ്രധാനമന്ത്രി പദം പോലും വേണ്ടെന്ന് സാങ്കേതികമായ വെച്ചിട്ട് ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഒരു സാങ്കേതിക തടസ്സമില്ലായിരുന്നു. അവിടെ കോൺഗ്രസിനെ പിന്തുണച്ച മുഴുവൻ പാർട്ടികളും എന്ന് പറഞ്ഞത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഒരു നിയമ തടസ്സമില്ല. ഞാനേ നിങ്ങളുടെ സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെ എത്രയോ നേതാക്കൾ സുപ്രീം കോടതി പോയി എത്രയോ കേസുകൾ നടത്തി, ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ സോണിയാഗാന്ധിക്ക് അവർ ഇന്ത്യൻ പാർലമെന്റ് അംഗമല്ലേ? ഇപ്പോഴും ഒരു ഇന്ത്യൻ പാർലമെന്റ് അംഗമല്ലേ? ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗമായ ഒരാൾക്ക് നിഷ്പ്രയാസം ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയോ മന്ത്രിപദമോ ഒരു കാര്യം മനസ്സിലാക്കണം. 38 വർഷമായി നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരു മന്ത്രി ഈ രാജ്യത്തുണ്ടായിട്ട്, ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടായിട്ട്, എന്നിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. നിങ്ങൾ BJP-യുടെ വ്യത്യാസം 9% ഉള്ളൂ. ഇന്നും 4 ഇന്ത്യക്കാർ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെയുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കുറെ പെരും നുണ കഥകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന കോൺഗ്രസ് ഈ രാജ്യത്തെ വനവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങേക്ക് കൃത്യമായി അറിയാമല്ലോ, 2013 വനാവകാശ നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 25 ലക്ഷത്തോളം വനവാസികൾക്കാണ് സ്വന്തമായി ടൈറ്റിൽ, സ്വന്തമായി പട്ടയം, സ്വന്തമായി ഭൂമിയിൽ അവകാശങ്ങൾ കൊണ്ടുവന്നത് വനാവകാശ നിയമം. അത് കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് 30 കോടി ആളുകളെ. ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇതൊക്കെ നമുക്ക് പിന്നെ മാറ്റിവെച്ചുകൊണ്ട് എന്താ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഞാൻ വിശദമായ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല. എന്തായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പിന്നെ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് ആണ് ഇത്ര ഈ രാജ്യത്തെ വെട്ടിമുറിച്ചത്. ഇന്ന് RSSന്റെയും കുറിച്ചി ഗോൾവാൾക്കറൊക്കെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ തന്നെ ഗോൾവാൾക്കർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കത്തില്ല, ഈ ഭരണഘടനയെ അംഗീകരിക്കത്തില്ല. ഇന്ന് വല്ലാണ്ട് രാജ്യസ്നേഹം പറയുന്നുണ്ടല്ലോ. ഈ വല്ലാണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ രാജ്യഭരിത്തില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 10,000-കണക്കിന് ആളുകൾ ജീവഹോമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേരില്ല. നിങ്ങൾക്ക് എത്ര RSSകാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? എത്ര ഹിന്ദു മഹാസഭക്കാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി? നിങ്ങൾക്ക് ഒരു സംഭാവന ഇല്ലാത്തതുകൊണ്ട് സർദാർ പട്ടേലിനെ നിങ്ങൾ കാവ്യമതപ്പിക്കാൻ നടക്കുന്നു, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്ര ബോസിനെ കാവ്യമതപ്പിക്കാൻ വേണ്ടി നടക്കുന്നു, അല്ലെങ്കിൽ പ്രണബ് കുമാർ മുഖർജിയെ കാവ്യമതപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രം അവിടെ തന്നെ ഉണ്ടാവും. ഈ രാജ്യത്തിന്റെ DNA-യില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും. എത്രയോ കോടി ആളുകളെ, കാരണം അമേരിക്കയിൽ നിന്നും US 64 പദ്ധതിയിൽ ഒരു കപ്പൽ വരാൻ വേണ്ടി കാത്തിരുന്ന രാജ്യം ഇന്ത്യ. 40-കളിലെ ബംഗാൾ ഫാമയിൽ 15 ലക്ഷം ആളുകളെ പട്ടിണി കണ്ടു മരിച്ചത്. ആ രാജ്യത്തെ ഹരിത വിപ്ലവത്തിലൂടെ പഞ്ചശീല അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളിലൂടെ ഒക്കെ കൊണ്ടുവന്ന് രാജ്യത്തെ കൈപിടിച്ചുയർത്തി PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇന്ത്യയിൽ 5.5 ലക്ഷം ഗ്രാമങ്ങളുണ്ടെങ്കിൽ 5.5 ലക്ഷം റേഷൻ കടകൾ ഇന്ത്യയിലുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലൂടെ, വനാവകാശ നിയമത്തിലൂടെ, വിവരാവകാശ നിയമത്തിലൂടെ അപ്പോൾ എല്ലാം ഈ പറയുന്ന മോദി സർക്കാർ കൊണ്ടുവന്നിട്ടാണ്. ഞങ്ങളാരും പിന്നെ ആദിവാസികൾക്ക് വേണ്ടി ഒന്നും അല്ലെങ്കിൽ വനവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ട് അവിടെ ഏറ്റവും അധികം ഇന്നും എന്താ BJP കരുതുന്നത്? അവസാനം ഇപ്പൊ എന്താ ഏകീകൃത സിവിൽ കോഡ് വന്നു. അവസാനം അവർ പറഞ്ഞു ശരി ഞങ്ങൾ ഈ പറഞ്ഞ വനവാസികളെ ഇതിന്റെ അകത്ത് നിന്ന് ഒഴിവാക്കിയേക്കാം. കാരണം എന്താ? കാരണം BJPക്ക് അറിയാം അവരുടെ അജണ്ടകൾ ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നില്ല. അവസാനം എന്ത് ചെയ്തു? വലിയ പ്രതിഷേധം ഉണ്ടായി. BJP തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ എന്ത് ചെയ്തു? വനവാസികളെ, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗക്കാരെ അതിനകത്ത് ഒഴിവാക്കാം. അതാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ കൂട്ടുനിർത്തിയത്. നിങ്ങൾ ഈ പറയുന്ന വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും എല്ലാം കൂട്ടുനിർത്തി. ഇവിടെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ പറഞ്ഞു വൈവിധ്യങ്ങളുടെ മുകളിൽ ഒരു ഏകതയാണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളുടെ മുകളിൽ ഏകത എന്ന് ആദ്യമായി പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അദ്ദേഹത്തിന് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയെ കണ്ടെത്തുന്ന പറയുന്ന പുസ്തകത്തില് ആ ബഹുസ്വരതയെ തകർക്കുവാൻ, ആ ബഹുസ്വരതയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എവിടെ പോയി? ഒരു രാജ്യം ഒരു പാർലമെന്റ് എവിടെ പോയി? JDU പറയുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല, ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും നടക്കാൻ. അപ്പൊ നിങ്ങൾ തന്നെ പറയുക. ബഹുമാനപ്പെട്ട മിശ്ര ജഗൻ പറഞ്ഞു മണിപ്പൂരിൽ സംഭവിച്ചതിന് പേരിൽ ക്ഷമ ചോദിച്ച നേതാവിന് ഒരു ബിരേൻ സിംഗ് ആണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഏത് പാർട്ടിക്കാരനാ? BJP-കാരനാ. 2 വർഷം അവിടുത്തെ കലാപം തടയുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് ചോദിച്ചത് BJP-യുടെ മുഖ്യമന്ത്രിയാ. ഇപ്പോൾ ആ മാപ്പ് ചോദിച്ചപ്പോൾ എന്താ ഞങ്ങളിവിടെ ഉയർത്തിക്കൊണ്ടുവന്ന പിന്നെ വിഷയങ്ങള്. ബഹുമാനപ്പെട്ട മിശ്ര ജഗൻ പറഞ്ഞു വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും ഒക്കെ ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടിയത്. അത് വാജ്പേയി പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 29, 30 ഈ പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ എഴുതി വെച്ചത് കൊണ്ടാണ്. ഇത് ഒരു BJP-യുടെ ഔദാര്യമില്ല. ഇപ്പോൾ പറയുന്നു ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു അതിക്രമം നടക്കുന്നില്ല. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ജനുവരി 8-ാം തീയതി ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ എന്താ? 864 അതിക്രമമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ കഴിഞ്ഞ 1 വർഷത്തിനകം ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നത്. അത് ഏറ്റവും കൂടുതൽ നടന്നത് ഉത്തർപ്രദേശിൽ യോഗി ഭരിക്കുന്ന സംസ്ഥാനത്ത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണോ? നിങ്ങൾ പറ. എങ്കിൽ കൈ ചേർത്ത് പിന്നെ പറയുന്നു സിഖുകാർ കോൺഗ്രസിനെ ആട്ടി ഓടിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും 13 സീറ്റിൽ 6 സീറ്റ് പഞ്ചാബിൽ ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തവണ കോൺഗ്രസ് പഞ്ചാബ് ഭരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളൊക്കെ പിന്നെ ഇവിടെ പറഞ്ഞ SNP വോട്ട് വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ജമ്മു ആൻഡ് കാശ്മീരിൽ PDP എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് BJP അല്ലേ? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഞ്ചിനീയർ റഷീദ് എന്ന് പറയുന്ന വിധ്വംസക പ്രവർത്തകരെ
തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറക്കി കാശ്മീർ വാലിയിൽ രഹസ്യമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചത് BJP അല്ലേ? പിന്നെ എന്ത് രാജ്യസ്നേഹം നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്? ശരി ശരി ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ കോൺഗ്രസ് ആർജിച്ച ഒരു നേട്ടങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്. അതിൽ അത്ര വലിയ രീതിയിലൊന്നും അവകാശപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്തായാലും നാളെ ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ, വികസനത്തിനു വേണ്ടിയുള്ള നീക്കിയിരിപ്പ്, ഇതൊക്കെ ചർച്ചാ വിഷയമാകും. എന്തായാലും നാളത്തേക്ക് BJP പ്രത്യേകിച്ച് വിഷയമൊന്നും വ്യതിചലിപ്പിക്കാൻ BJP ശ്രമിക്കുകയില്ല, ഇന്ന് സോണിയ ശ്രമിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളിലും ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ BJP ലക്ഷ്യം വയ്ക്കുന്നതും, വളരെ സുപ്രധാനമായ ഒരു ബജറ്റിലേക്ക് കടക്കുമ്പോൾ BJP ലക്ഷ്യം വയ്ക്കുന്നതും എന്തായിരിക്കാം? BJP ഈ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി, സമസ്ത മേഖലയുടെയും വികസനത്തിന് വേണ്ടി, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി, പാർപ്പിടം ലഭ്യമാക്കാൻ വേണ്ടിയൊക്കെയുള്ള ധാരാളം പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോഡി ഭരണത്തിനിടയിൽ സമാരംഭിച്ചിട്ടുണ്ട്. അവയുടെ പൂർത്തീകരണവും തുടർന്ന് ഇനിയും ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടുന്ന മേഖലകളെ തിരഞ്ഞെടുത്ത് അവയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമീപനവുമെല്ലാം തീർച്ചയായിട്ടും ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാവും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇവിടെ അവകാശപ്പെടുന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സ്വാതന്ത്ര്യ സമര കാലത്ത് ആ സമയം മുതൽ ഇവിടെ രാജ്യത്ത് നടപ്പാക്കിയതെല്ലാം നടന്നത് മുഴുവൻ കോൺഗ്രസ് ആണ്. അന്ന് BJP-ക്കാരും സമരത്തിനില്ല. BJP 1980 ഉണ്ടായത്. ഭാരതീയ ജനസംഘം രൂപപ്പെട്ടത് 48 അപ്പൊ ആ ഒരു 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആ സമയത്ത് മഹാത്മജി ഈ പ്രസ്ഥാനം പിരിച്ചുവിടാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല ആ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി RSSും കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയിരുന്ന ധാരാളം ആൾക്കാർ ആ കാലത്ത് കോൺഗ്രസിന്റെ ലെവലിൽ തന്നെയാണ് സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ആ ഒരു കോൺഗ്രസിന്റെ ചരിത്രത്തെ, ഇപ്പോ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സർദാർ പട്ടേലും ബാലഗംഗാധര തിലകനും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളെ, അവയെയൊക്കെ തള്ളിപ്പറയാനും അല്ലെങ്കിൽ അവയെയൊക്കെ വേണ്ടത്ര പരിഗണിക്കാതിരിക്കാനുമുള്ള ഒരു സമീപനം സ്വീകരിച്ചവരാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ തുടർച്ചക്കാർ, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ തുടർച്ചക്കാർ. അപ്പൊ അതൊക്കെ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ കടന്നിട്ട് അതിനെയൊന്നും വിശകലനം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടൊന്നും ഞാനിതിനെ കാണുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ വക്താവ് ആ നിലയിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള സ്വാതന്ത്ര്യ സമരത്തെ, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇപ്പോഴത്തെ സോണിയ കോൺഗ്രസിനാണ് എന്ന മട്ടിൽ പറഞ്ഞാൽ അതിനെയൊന്നും രാജ്യം അംഗീകരിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. അതൊക്കെ അപക്വമായ സമീപനമാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഗ്രാഹ്യമില്ലാതെ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ ജനം ടിവിയുടെ കേൾവിക്കാർക്ക് ഒക്കെ സാധിക്കും. കാരണം കോൺഗ്രസിന്റെ ഒരു ഭരണരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ അന്തരീക്ഷത്തെയും കോൺഗ്രസിന്റെ ഭരണ സംവിധാനത്തിന് വേണ്ടി രൂപപ്പെടുത്തുകയും അതിന്റെ ഗുണഭോക്താക്കളായി നെഹ്റു കുടുംബവും അതിന്റെ തുടർച്ചക്കാരായി അതിനോട് പറ്റിച്ചേർന്നു നിൽക്കുന്ന അതിന്റെ ഒരു പാരസിറ്റുകളായി നിൽക്കുന്ന ആളുകളും എല്ലാം അതിന് ആ ഭാഗമായി തീർന്നു. എന്നതിനപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ ഒരു താല്പര്യം മുന്നിൽ വെക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നില്ല. കോൺഗ്രസിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചോ ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ ഒക്കെയുള്ള ചിന്ത ഏതോ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷം വിദേശ ആധിപത്യത്തിന്റെ തുടർച്ചക്കാരായി ഇവിടുത്തെ സംസ്കാരം, ഇവിടെ ഇന്ത്യക്ക് ഒരു സംസ്കാരം തന്നെയില്ല, ഇന്ത്യക്ക് ഒരു വിദ്യാഭ്യാസ പദ്ധതിയില്ല. ഇവിടെ ഇന്ത്യയില് കോൺഗ്രസ് നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് വിദേശികൾ ഇവിടെ കൊണ്ടുവന്ന് മൗണ്ട് ബാറ്റൺ ഇവിടെ നടപ്പാക്കിയ, ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പാക്കിയ പ്രത്യേക പാക്കേജ് ഇവിടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കി. ആ നിലയിൽ രൂപപ്പെട്ട ആ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ രൂപപ്പെട്ട ഒരു വലിയ സമൂഹം രാജ്യത്തിന് തന്നെ ഭാരമായി മാറി. ഇതിനെയൊക്കെ തിരുത്തി എഴുതാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഭരണത്തിന്, അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് ഒക്കെ കടന്നു വന്നിട്ടുള്ള വ്യത്യസ്തതയുള്ള ഭരണകൂടങ്ങൾക്ക് സാധ്യമായി. ആ ഒരു ഭരണത്തിന്റെ തുടർച്ചയാണ് ഇന്ന് വരാൻ പോകുന്ന ബഡ്ജറ്റും ആ വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങളുമൊക്കെ. അതിനെയെല്ലാം ഒരു മാനസിക സ്വസ്ഥതയോടുകൂടി നോക്കിക്കാണാൻ പോലുമുള്ള ശേഷി ഇന്ന് കോൺഗ്രസിന് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് ആ ഒരു അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോ ഈ നിലയിലൊക്കെ പ്രതികരിക്കാൻ, രാഷ്ട്രപതിയെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരെ കുറ്റപ്പെടുത്താൻ ഒക്കെയുള്ള അവസരമാക്കി മാത്രം ഇതിനെ കാണുന്നതിന്റെ കാരണം അതാണ്. അവര് സ്വീകരിച്ചിരുന്ന ഭരണ സമീപനം അപ്പാടെ ഇന്ന് തിരുത്തിയിട്ടുണ്ട്. രാജ്യത്ത് കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്നത് പഞ്ചവത്സര പദ്ധതിയാണ്. ആ പഞ്ചവത്സര പദ്ധതിയിൽ സമഗ്ര മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിന് നിഷേധിക്കാൻ പറ്റൂ. ഇന്നിപ്പോ രാജ്യവികസനത്തിന് ആ തരത്തിലുള്ള പദ്ധതിക്ക് പകരം ഇത് കൃത്യതയോടുകൂടി രാജ്യത്തിന്റെ അതാത് സമയത്തുള്ള ആവശ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പദ്ധതികളെ രൂപപ്പെടുത്താനുള്ള ഒരു പുതിയ സംവിധാനം തന്നെ രാജ്യത്തിന്റെ സർക്കാർ സംവിധാനത്തിൽ രൂപപ്പെട്ടു. അപ്പൊ ഭരണരംഗത്ത് വന്ന വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന ആ കോൺഗ്രസിന്റെ ക്ലർക്കുമാരെ സൃഷ്ടിക്കുന്ന, ഇവിടെ തൊഴിലാളികളായും ജോലിക്കാരായും എക്കാലത്തും നിലനിർത്തുന്ന, അവരുടെ മക്കള് ആ നിലയിൽ തന്നെ തുടരേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തിരുത്തി വിദ്യാഭ്യാസ മേഖലയിൽ നൈപുണ്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന, നൈപുണ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പുതിയ സമീപനം വന്നു. തൊഴിൽ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, തൊഴിൽ നൽകാൻ ശേഷിയുള്ള തലമുറയെ വാർത്തെടുക്കുന്ന സമ്പ്രദായം വന്നു. അതുവഴി അനേകം ആളുകൾക്ക് അതിനുതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തന്നെ നൈപുണ്യ വികസനത്തിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരുടെ സ്കിൽ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ പദ്ധതികളെ രൂപപ്പെടുത്തി. അതുവഴി ഉണ്ടായിട്ടുള്ള ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ടിട്ടുള്ള പുതിയ തലമുറ, ആ തലമുറയ്ക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പദ്ധതികൾ രൂപപ്പെടുത്താൻ, അവര് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഒക്കെ ഇന്ന് ഭാരതത്തിൽ തയ്യാറായി. അതാണ് രാജ്യത്ത് ഇന്ന് വികസിച്ചു വരുന്ന തൊഴിൽ സംരംഭങ്ങളുടെ, ആ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയുടെ അടിസ്ഥാന സമീപനം. അത് കേവലം ഗവൺമെന്റ് സംവിധാനത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഉദ്യോഗമല്ല, ഗവൺമെന്റ് ഫാക്ടറികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഉദ്യോഗമല്ല, മറിച്ച് ഓരോ വ്യക്തിയും ആ വ്യക്തികളുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ, ഇതര സമാജത്തിന് ഉതകുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങളെ വികസിപ്പിക്കാനും നടപ്പാക്കാനും കഴിയുന്ന ഒരു സമീപനമാണ് ഭരണരംഗത്ത് രൂപപ്പെട്ടത്. അതിന്റെ പരിണിതഫലമായിട്ട് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള പദ്ധതികളിലൂടെയാണ് അനേകം ആളുകൾക്ക് ഇന്ന് തൊഴിൽ ലഭിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ തൊഴിൽ ലഭിക്കുന്ന ഒരു കാഴ്ചപ്പാട് രാജ്യത്ത് വികസിപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു സമ്പ്രദായം, തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി, അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കുന്ന സമ്പ്രദായം, കാർഷിക രാജ്യമായ ഭാരതത്തിന്റെ കാർഷിക മേഖലയിലെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് വിത്തും വളവും അടക്കം കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംരംഭം, അവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ കാർഷിക ആവശ്യത്തിനുള്ള പണം മുഴുവൻ കണ്ടെത്താൻ കഴിയുന്ന സമ്പ്രദായം, കാർഷിക മേഖലയിൽ കടക്കാരായിട്ടല്ല മറിച്ച് ആ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് ബിസിനസ്സുകാർക്ക് തുല്യമായി തന്നെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ ബിസിനസ് ചെയ്യുവാൻ വേണ്ടി, ഉൽപ്പന്നങ്ങളെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന സംരംഭങ്ങൾ കൂടി അവരുടെ കാർഷിക സംരംഭങ്ങളുമായി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ രൂപപ്പെടുത്തിയപ്പോ ആ രംഗത്തൊക്കെ ഉണ്ടായ മാറ്റം കോൺഗ്രസിനോ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിനോ സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ മാറ്റമാണ്. ഇന്ന് രാജ്യത്തെ കൃഷിയിടങ്ങളെ അവര് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന, അതുപോലെ ആ ഉൽപ്പന്നങ്ങൾക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി, ആ സ്റ്റോറേജ് ഫെസിലിറ്റിയിലൂടെ അതിനെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് ന്യായവിലയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ സൂക്ഷിച്ചു വെക്കാനും എത്തിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്ന സമ്പ്രദായങ്ങൾ, ആ നിലയിലെല്ലാം രാജ്യത്തെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ സമഗ്ര മാറ്റം ഇന്ന് കാർഷിക മേഖലയുടെ വലിയ വളർച്ചയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ മാറ്റം വരുത്തി, യുവജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തി, മുഴുവൻ ആളുകൾക്കും 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ്, സംരക്ഷണ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ എത്തി നിൽക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഭരണരംഗത്ത് രൂപപ്പെടുത്തുന്ന സമീപനം രാജ്യത്ത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ
വികസന കുതിപ്പിന്റെ അടയാളമായിരിക്കും നാളത്തെ ബഡ്ജറ്റ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊക്കെ ആരോഗ്യകരമായി വിലയിരുത്തേണ്ട സാഹചര്യത്തിലാണ് അതിനു മുൻപുള്ള നയപ്രഖ്യാപന പ്രസംഗത്തെ പോലും വളരെ ബാലിശമായ വാക്കുകളിലൂടെ പ്രതിനിധീകരിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, അവസാനമായി എന്തായാലും ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ താങ്കൾക്ക് അറിയാം, ഒരു സ്ത്രീ നേരത്തെ പറഞ്ഞതുപോലെ സോണിയ പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞത് മറ്റൊരു സ്ത്രീയോടുള്ള ഒരു പരിഗണന എന്നുള്ള രീതിയിലാണ്. പൊതുപ്രവർത്തന രംഗത്ത് അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുണ്ടോ? സ്ത്രീകളോട് പരിഗണന നൽകേണ്ടത് ഇത്തരത്തിലുള്ള ബാലിശമായ വാക്കുകളിലൂടെയാണോ, അതോ വ്യക്തമായ അധിക്ഷേപം തന്നെ നടന്നിരിക്കുന്നു, അതിൽ നിന്ന് ഏതു വിധത്തിലും ന്യായീകരിക്കാൻ തക്കവണ്ണം പറഞ്ഞ് ഫലിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണോ? വ്യക്തമായ അധിക്ഷേപം തന്നെയാണ്. അവർക്ക് 78 വയസ്സായി, പിന്നെ അവരുടെ അമ്മയ്ക്ക് അസുഖമായി എന്നൊക്കെ ഉണ്ടതുകൊണ്ട് ബാക്കിയുള്ള ഒരു സ്ത്രീക്ക് അത് വേണമെന്നില്ലല്ലോ. അപ്പോ ഇത് എല്ലാം അസൂയുണ്ട്, അതും പറയണം. ഒരു സ്ത്രീയോടുള്ള അവരോട് പോലത്തെ ഒരാള് ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതിനുള്ള ഒരു അസൂയ അവര് പ്രകടിപ്പിച്ച് അതും അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ രാജ്യത്ത് ഇവരൊക്കെ ഒരു തോന്നലുണ്ട്, കോൺഗ്രസ്സുകാർ മാത്രമാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ സ്വാതന്ത്ര്യമായി തന്നെ. അതിന്റെ മുമ്പ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടൽ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ഈ നെഹ്റുവും ഗാന്ധിജിയും കുറച്ച് നേതാക്കന്മാരും മാത്രം അവസാന സമയത്തുള്ളവരെയാണോ? ബാക്കിയുള്ള നേതാക്കന്മാരൊന്നും എന്താ അവര് ഓർക്കാത്തത്? എത്ര പേര് ഉണ്ടായിരുന്നു? അപ്പൊ RSS വന്നിട്ടില്ല. ഇവരെ കയ്യിലാണ്, ഇവരെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ലാസ്റ്റ് അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലും അതിന് പോലും ഇവരുടെ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. പിന്നെ രാജ്യം വിഭജിച്ചിട്ടില്ല അത്ര. ഇന്ത്യ രാജ്യം വിഭജിച്ചതിന്റെ എത്രയോ ബാക്കികൾ ഈ ഡൽഹിയിൽ കിടക്കുന്നുണ്ട്. ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടോ സിഖായിട്ടും ഒക്കെ കൺവേർഷൻ നിർബന്ധമാക്കി അടിച്ചേൽപ്പിച്ച് മതം മാറ്റിയ സിഖുകാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ, മുസ്ലിമായിട്ട് മതം മാറ്റിയേ. ഇതുപോലുള്ളതിനെ കൂട്ടുനിന്ന ഇവരായിരുന്നില്ലേ വർഗീയവാദികള്? പിന്നെ എന്താ ഇവർ ഈ പിന്നെ മതേതരം എന്ന് പറയണത്? മതേതരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ, അംബേദ്കർ പറഞ്ഞ ആ വാക്കന്നെ ഞാൻ കടമെടുക്കട്ടെ. നമ്മൾ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാല് നമ്മളെ ബ്രദറിലല്ല, നമ്മുടെ കാസ്റ്റിലല്ല ഒതുങ്ങി നിൽക്കണ്ടേ. ബ്രദർ എന്ന് പറഞ്ഞാൽ ബ്രദർ തന്നെയാ. ഇന്ത്യ മഹാരാജ്യത്തെ പ്ലഡ്ജ് പറയണ ഓരോരുത്തരും ബ്രദറും സിസ്റ്ററും തന്നെയാ. അത് അംഗീകരിക്കാനുള്ള കഴിവ് വേണം. പിന്നെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാത്തവരെ ലിസ്റ്റ് ഇവരുണ്ടാക്കി വെച്ച് കുത്തബ് മിനാറിലൊക്കെ എഴുതാനും ഇവരെ എഴുതിയ ചരിത്രത്തിനും എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യണതാ. അപ്പൊ അത് ഇവരെ എഴുതി വെക്കുന്നതൊന്നും ആരെയും കുറ്റമല്ല. അന്ന് ഇവരെ കയ്യിൽ കിട്ടിയ ഭാരതം എങ്ങനെയായിരുന്നു? സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഇവർക്ക് കിട്ടിയ ഭാരതം കുറച്ചുപേര് എനിമി പ്രോപ്പർട്ടി ഉള്ളത് കുറച്ചുപേര് ലീസിലെടുത്തു, കുറച്ച് വഖഫിന് എഴുതി, കുറച്ച് പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ ആയിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന എഴുതി. ഏറ്റവും അധികം വഖഫ് ഭൂമി പോയത് എങ്ങനെയാ? ആരെ പിന്നെ സ്വത്തുക്കളാണ് അതൊക്കെ? അതിന്റെയൊക്കെ രേഖകളാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെയാണ് കോൺഗ്രസ് തിരിച്ചു വരാത്ത വിധത്തിൽ നമ്മളെല്ലാം അറിഞ്ഞു. ഇന്ന് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ഇന്റർനെറ്റ് യുഗത്തിലാണ്ട്. പണ്ടാണെങ്കിലല്ല, അത് കാണൂല. പിന്നെ ഇവർക്ക് തന്നെ ശത്രുക്കളായിരുന്നു. ഇവര് തമ്മിൽ തന്നെ ശത്രുക്കളായിരുന്നു. നെഹ്റുവിന്റെ സിസ്റ്റർ അവിടെ പോയി. പിന്നെ അതാണ് ഇവരെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് മര്യാദ കാണിക്കാത്ത ഇവർക്ക് ഇനിയുള്ള തലമുറക്കാണോ ഇനിയിപ്പോ വരുന്നത്? ഇവർക്ക് ആകെ വേണ്ടത് സ്ഥാനവും, അതുകൊണ്ട് ഇവർക്ക് എല്ലാം പറയാനുള്ള അധികാരവും പണ്ട് കിട്ടിയത് ഇനിയും കിട്ടുന്നുള്ള ഒരു തോന്നല് കാലഘട്ടം കഴിഞ്ഞു പോയി. 68 കൊല്ലത്തില് അവർക്ക് പലതും ചെയ്യാമായിരുന്നു. കിട്ടിയ രാജ്യത്ത് എന്ത് ചെയ്യാനും. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നത് കൊണ്ടാണ് ഇടപെടുന്നത്. രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമുള്ള കോൺഗ്രസിന്റെ പരിഹാസം വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. നാളെ ബജറ്റ് സമ്മേളനം കഴിഞ്ഞെങ്കിലും ആരോഗ്യകരമായ ഒരു വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.